ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ ആരാധന, ദിവ്യകാരുണ്യമേ ആരാധന, പരിശുദ്ധനായവനെ ആരാധന, സ്നേഹവാനായവനെ ആരാധന. പിതാവെ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾ നിൽക്കുന്നു. അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ നിൽക്കുന്നു. അങ്ങയുടെ ദയയിൽ ഞങ്ങൾ നിൽക്കുന്നു. ഞങ്ങളോട് കാണിച്ചിരിക്കുന്ന മഹാദയക്കായിട്ട് നന്ദി, വലിയ സ്നേഹത്തിനായിട്ട് നന്ദി, ദീർഘക്ഷമയ്ക്കായിട്ട് നന്ദി. എത്ര പേര് അങ്ങനെ പറയും? യേശുവേ എന്നോട് കാണിച്ചിരിക്കുന്ന ദീർഘക്ഷമയ്ക്കായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദീർഘക്ഷമയ്ക്കായിട്ട് നന്ദി. ഒച്ചത്തില് ദീർഘക്ഷമയ്ക്കായിട്ട് നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവേ അങ്ങയുടെ മഹാസാന്നിധ്യത്തിനായിട്ട് നന്ദി. യേശുവേ അവിടുത്തെ നിറവിനായിട്ട് നന്ദി. പിതാവേ അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി. ഒരിക്കൽ കൂടെ പറഞ്ഞാണ്, പിതാവേ അവിടുത്തെ സ്നേഹത്തിനായിട്ട് നന്ദി. പുത്രനായ യേശുവേ അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് നന്ദി. പരിശുദ്ധാത്മാവേ വലിയ നടത്തിപ്പുകൾക്കായിട്ട് നന്ദി. മഹാസ്നേഹത്തിനായിട്ട് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 2-3 പേർക്ക് കരം കൊടുത്ത് ഒന്ന് പറയാൻ കഴിയുമോ? നാം നിൽക്കുന്നത് കർത്താവിന്റെ വിശ്വസ്തതയ്ക്കകത്താണ്. നാം നിൽക്കുന്നത് കർത്താവിന്റെ വിശ്വസ്തതയ്ക്കകത്താണ്. നാം നിൽക്കുന്നത് യേശുവിന്റെ വിശ്വസ്തതയ്ക്കകത്താണ്. We are under the faithfulness of Jesus. നമ്മൾ നിൽക്കുന്നത് കർത്താവിന്റെ വിശ്വസ്തതയ്ക്കകത്താണ്. ഹല്ലേലൂയ. നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അങ്ങനെ ഒന്ന് പറഞ്ഞ്, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കരമുയർത്തി ഓരോ മക്കളും ഒന്ന് പറഞ്ഞു, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. വാക്ക് മാറാത്തവനാണ്. ഒരു നാളും കൈവിടാത്തവൻ. ഒരു നാളും കൈവിടാത്തവൻ. ആവർത്തിച്ചൊന്ന് പറഞ്ഞു, ഒരു നാളും കൈവിടില്ല. എന്റെ ബ്രദറെ, ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഒന്ന് ചേർന്ന് പറഞ്ഞു, ഉപേക്ഷിക്കത്തില്ല. ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. എന്റെ ദൈവമേ എന്നോടുള്ള സ്നേഹത്തിനായിട്ട് നന്ദി എന്നൊന്ന് പറഞ്ഞു. എന്റെ കർത്താവേ എന്നോടുള്ള സ്നേഹത്തിനായിട്ട് നന്ദി എന്നൊന്ന് പറഞ്ഞു. എന്നോടുള്ള വലിയ ദയക്കായിട്ട് നന്ദി എന്നൊന്ന് പറഞ്ഞു. എന്റെ കാലിനെ സൂക്ഷിച്ചതിന് നന്ദി. എന്റെ കണ്ണിനെ സൂക്ഷിച്ചതിന് നന്ദി. എന്റെ കയ്യെ സൂക്ഷിച്ചതിന് നന്ദി. എന്റെ ചിന്തകളെ സൂക്ഷിച്ചതിന് നന്ദി. എന്റെ നാവിനെ സൂക്ഷിച്ചതിന് നന്ദി. ഓ ഹല്ലേലൂയ. എന്റെ ഹൃദയത്തെ സൂക്ഷിച്ചതിന് നന്ദി. ഓ, ഒരു ശ്വാസം പുറത്തേക്ക് വിട്ടിട്ട് അകത്തോട്ട് എടുക്കാൻ പറ്റാത്ത വെറും മനുഷ്യ കൃമിയായിരുന്ന എന്നെ ഇന്ന് അങ്ങയുടെ കൃപയാല് ഉറച്ചു നിർത്തിയിരിക്കുന്ന വലിയ ദയക്കായിട്ട് നന്ദി പറയുന്ന യേശുവേ. ഓ ഹല്ലേലൂയ. ചെറുതും വലുതുമാകുന്ന എല്ലാ ദയക്കായിട്ട് നന്ദി. ഈ ആഴ്ചയിൽ ഒരു ദിവസം പോലും ആശുപത്രിയിൽ 1 രൂപ ചെലവിടണ്ടാത്ത രീതിയിൽ എന്നെ പരിപാലിച്ച വിധത്തിനായിട്ട് എത്ര പേര് നന്ദി പറയും? എന്നെ സംരക്ഷിച്ച വിധങ്ങൾക്കായിട്ട് എത്ര പേര് നന്ദി പറയും? തിരക്കേറിയ വഴിയിലൂടെ യാത്ര ചെയ്തപ്പോൾ ഞാൻ യാത്ര ചെയ്ത വാഹനത്തെ പരിപാലിച്ച ദയക്കായിട്ട് നന്ദി. എന്റെ മേലുള്ള വലിയ സൂക്ഷിപ്പിനായിട്ട് നന്ദി. എന്റെ സ്കൂട്ടറിനെ സൂക്ഷിച്ചതിനായിട്ട് നന്ദി. എന്റെ കാറിനെ സൂക്ഷിച്ചതിന് നന്ദി. ഞാൻ കയറിയ ബസ്സിനെ സൂക്ഷിച്ചതിന് നന്ദി. ഞാൻ സഞ്ചരിച്ച ട്രെയിനിന്റെ മേൽ ആ കാവലുണ്ടായിരുന്നതിന് നന്ദി. ഞാൻ സഞ്ചരിച്ച പ്ലെയിനിന്റെ മേൽ ആ സാമീപ്യം ഉണ്ടായിരുന്നതിന് നന്ദി. എത്ര പേര് കർത്താവിന് നന്ദി പറയും? യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. നിങ്ങളിപ്പോഴും വചനത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനൊക്കെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. പെട്ടെന്ന് വചനത്തിന് വേണ്ടി ഒരുങ്ങിക്കാട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓ, ഒന്ന് ഹൃദയവും മനസ്സെല്ലാം തുറന്നുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചേ. മനസ്സ് വിട്ടുകൊടുത്തുകൊണ്ട് കർത്താവിന് ആരാധന കൊടുത്ത്. എന്റെ രാജാവേ, എന്റെ യേശുവേ, സ്നേഹവാനെ, കാരുണ്യവാനെ, നിർത്തിയവനെ, നടത്തിയവനെ, ഉയർത്തിയവനെ, പൊന്നകർത്താവേ. ഹല്ലേലൂയ. ദയാവാത്സല്യങ്ങൾക്കായിട്ട് നന്ദി എന്ന് പറഞ്ഞേ. കരുണയ്ക്കായിട്ട് നന്ദി എന്ന് പറഞ്ഞേ. ദയക്കായിട്ട് നന്ദി എന്ന് പറഞ്ഞേ. യേശുവേ ആരാധന. ആവർത്തിച്ച് പറയാൻ തുടങ്ങിക്കേ. യേശുവേ ആരാധന. വലിയ 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 വഴികൾക്കായിട്ട് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ.
വലിയ വഴികൾക്കായിട്ട് നന്ദി പറഞ്ഞു. യേശുവേ സ്തുതി 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 സ്തുതി. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ നമുക്ക് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചില മിനിറ്റുകൾ ദൈവത്തെ സ്തുതിക്കാം. യേശുവേ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട്, യേശുവേ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട്, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇന്നലെ മുതൽ പറയിപ്പിക്കുവാനായിട്ട് മനസ്സിൽ താല്പര്യമുള്ള ഒരു പദമാണ്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശുവാണ് എന്റെ സമാധാനം. ഹല്ലേലൂയ. ആ പദം ഒന്ന് പറഞ്ഞു, യേശുവാണ്. യേശുവിൽ എനിക്ക് സമാധാനം ഉണ്ടെന്നല്ല പറയാൻ പറഞ്ഞത്. ജീസസ് ഈസ് മൈ പീസ്. യേശുവാണ് എന്റെ സമാധാനം. എന്റെ സമാധാനത്തിന്റെ പേര് യേശു എന്നാണ്. ഒന്ന് പറഞ്ഞു, എന്റെ സമാധാനത്തിന്റെ കാരണം യേശുവാണ്. എന്റെ സമാധാനത്തിന്റെ പേര് യേശുവാണ്. ഹല്ലേലൂയ. അങ്ങനെയാ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശു നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും തന്നിൽ ഒരു ശരീരമാക്കി തന്നോട് ദൈവത്തോട് നിരപ്പിക്കുവാൻ പിതാവിന് പ്രസാദം തോന്നി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. ജോസഫ്, ഇന്ന് വിലപ്പെട്ട പ്രഖ്യാപനത്തിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ അല്ലേ, ഇന്ന് നമ്മളൊന്ന് ഒരുമിച്ച് അത് ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് വിലപ്പെട്ട പ്രഖ്യാപനം നിങ്ങൾക്ക് എത്ര പേർക്ക് അതിൻ്റെ കോപ്പികൾ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. കോപ്പികൾ കിട്ടിയിട്ടുള്ളവർ കയ്യിലെടുക്കുക, ഇല്ലാത്തവർ ഇപ്പോൾ ചൊല്ലുവാനായിട്ട് തുടങ്ങുക. 15 ഭാഗങ്ങളായിട്ടാണ് ആ പ്രഖ്യാപനം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ 3 യേശു നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്കുണ്ടായ ചേഞ്ചിനെ പറ്റിയാണ്. പിന്നെ ഉള്ളതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങളിൽ വിളിച്ചു പറയേണ്ടിയതാണ്. ദൗത്യ നിർവഹണത്തോടുള്ളത്, മഹാനിയോഗത്തോടുള്ള ബന്ധത്തിലുള്ളത്, ആരോഗ്യങ്ങളുടെ മേലുള്ള രോഗത്തിന് മേലുള്ള അധികാരത്തിൻ്റെ പ്രഖ്യാപനം, ഭയത്തിന് മേലുള്ള അധികാരത്തിൻ്റെ പ്രഖ്യാപനം, സാമ്പത്തിക വിടുതലിൻ്റെ പ്രഖ്യാപനം, മഹാനിയോഗത്തിൻ്റെ തിരിച്ചറിവിൻ്റെ പ്രഖ്യാപനം. അങ്ങനെ 15 തരത്തിലാണ് ആ പ്രാർത്ഥന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആ പ്രാർത്ഥനാ പുസ്തകം ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലാത്തവർ ഒന്ന് കരമുയർത്തിയ സഹോദരങ്ങൾ ഇപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുതരും. ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സുവിശേഷീകരണ ദൗത്യവുമായിട്ട് അങ്ങനെ സഹകരിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ പുറയിലത്തെ സഹോദരന്മാരോട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ മേളത്തെ ഓഫീസിൽ നിന്ന് ഒരു 10-50 കോപ്പികൾ മേടിച്ചുകൊണ്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യണം. കാരണം അത്രമേൽ ഇത് ജീവിത രൂപാന്തര ഗന്ധിയായ പ്രഖ്യാപനമാണ്. ഇതിൻ്റെ വരികൾ നമുക്ക് ചൊല്ലുവാനായിട്ട് കഴിയട്ടെ. ഈ പുസ്തകത്തിൽ തന്നെ 5 ഭാഷകളിലുണ്ട്. എന്നാൽ ലോകമെമ്പാടുമുള്ള 64-ലധികം ഭാഷകളിൽ നമുക്കിത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ ലോകത്തിലുള്ള ഒട്ടുമിക്ക ഭാഷയിലും നമുക്ക് ഇത് ഉണ്ട്. ഇന്ത്യയിലെ എല്ലാ ഭാഷയിലുള്ളതും നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ലോകത്തിൻ്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ സംസാരിക്കും. ഇന്നലെ കൊറിയയിൽ നിന്നുള്ള കൊറിയൻ ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയത് ഇംഗ്ലീഷ് വായിച്ചിട്ട് പോലും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ നമ്മൾ ഒരുമിച്ച് അത് ചൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഇത് അത്രമേൽ ജീവിത രൂപാന്തര ഗന്ധിയെ. ഇവിടെ എല്ലാവരും ഇത് കാണാതെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെയൊക്കെയുള്ള എല്ലാവർക്കും ഇത് കാണാതെ അറിയാവുന്നതാണ്. ഇത് ഇന്ന് എൻ്റെ അടുത്ത് ബ്രദറെ എനിക്കിത് ചൊല്ലണമെന്ന് പറയുന്ന ആരാ ഉള്ളത്? ഒരാൾ വേണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് മുമ്പോട്ട് വരുവാണെങ്കിൽ ഞാനിത് ചൊല്ലുവാനുള്ള അവസരം തരാം. ഇതെനിക്കിന്ന് ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പെട്ടെന്ന് മുമ്പോട്ട് വരുവാണെങ്കിൽ പുസ്തകം കിട്ടിയിട്ടില്ലാത്തവരൊന്ന് കരമുയർത്തിക്കാട്ടെ. പുസ്തകം ഇല്ലേ ബ്രദർ? കിട്ടിയിട്ടില്ലേ ഇത്? അയ്യോ എൻ്റെ മോനെ, ഇത് വലിയ വിലപ്പെട്ട പ്രഖ്യാപനമാണ്. ഇത് മേടിച്ചോണം. എന്നെങ്കിലും സുവിശേഷത്തിന് കൊടുത്തോണ്ട് വേണം മേടിക്കാൻ വേണ്ടി. എന്നതെങ്കിലും കോപ്പി കൊണ്ട് തരുമ്പോൾ എന്നെങ്കിലും സുവിശേഷത്തിന് വേണ്ടി കൊടുത്തോണ്ട് വേണം അത് മേടിക്കാൻ വേണ്ടി. അത് ചിലപ്പോൾ ഒരു 50 രൂപയായിരിക്കും, ചിലപ്പോൾ 100 രൂപയായിരിക്കും. എന്തായാലും ഒരാളും കൂടി ഇത് കിട്ടണം. അങ്ങനെ ആഗ്രഹത്തോടെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. കൊടുക്കാതെ വാങ്ങരുത്. ഇനി കൊടുക്കാൻ ശേഷിയില്ലാത്തവർ കൊടുക്കണമെന്നില്ല. എന്നാൽ ശേഷിയുള്ള പോലെ എന്നെങ്കിലും സുവിശേഷത്തിന് കൊടുത്തുകൊണ്ട് ഒന്ന് വാങ്ങിച്ചാട്ടെ. ആ പുസ്തകത്തിൻ്റെ അവസാനത്തെ പേജാണ്. അവസാനത്തെ പേജ് ഒന്ന് തുറന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് ചൊല്ലാം. ആരാ ചൊല്ലാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്? ഞാൻ അങ്ങോട്ട് നോക്കുമ്പോഴത്തേന് എല്ലാവരും മുഖം തിരിക്കുകയാണ്. ഞാൻ ആരെ കൊണ്ടത് ചൊല്ലിക്കുന്നത്? ആരാ ചൊല്ലുന്നത്? ജോസ് ആരാ ചൊല്ലുന്നത്? തൻ്റെ അടുത്തോടെ കയറി വരാൻ ആരും കണ്ടില്ല. തൻ്റെ അടുത്തോടെ ആരും കയറി വരുന്നില്ലെങ്കിൽ നമുക്ക് ടോമിനെ കൊണ്ട് ചൊല്ലിക്കാം. വാമനെ, ടോമിന് നല്ല തൻ്റെ ഇടമാണ്. ഹല്ലേലൂയ. ഉറക്കെ ചേർന്ന് ചൊല്ലുവാനായിട്ട് അതിൻ്റെ വരികൾ നമുക്ക് കഴിയട്ടെ. സ്ക്രീനിൽ അത് ലഭിക്കുന്നുണ്ട് അല്ലേ? സ്ക്രീനിൽ അത് ലഭിക്കുന്നുണ്ട്. യേശു എനിക്ക് വേണ്ടി എന്ന് തുടങ്ങുന്ന ആ പ്രഖ്യാപനത്തിൻ്റെ വരികൾ നമുക്ക് ഒരുമിച്ച് ഏറ്റു ചൊല്ലാം. അതിൻ്റെ വലിയ ബലം നമുക്ക് ഏറ്റെടുക്കാം. ഉറക്കെ നമുക്ക് ചൊല്ലാം. യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി ക്രൂശിൽ ചെയ്തു കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു.
യേശുവിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതിമാനും പരിപൂർണനും ആയി തീർന്നിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, യേശുവിനെ വിശുദ്ധനാക്കിയതാണ്. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗം, എന്റെ മുഴുവൻ രോഗവും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയാവുകയില്ല. ഒരു തവണ കൂടെ നമുക്ക് ആവർത്തിച്ച് പറയാം. എന്റെ രോഗം യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയാവുകയില്ല. യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തി എന്നിൽ വസിക്കുന്നതിനാൽ എന്നിൽ ജീവന്റെ സമൃദ്ധി ദിവ്യ ആരോഗ്യവുമുണ്ട്. ദാരിദ്ര്യത്തിന്റെ ശാപം യേശു ചുമന്നതിനാൽ യേശുവിൽ ഞാൻ സമ്പന്നനായിരിക്കുന്നു. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളുടെ അവകാശിയായി ഞാൻ തീർന്നിരിക്കുന്നു. സൽപ്രവർത്തിക്കായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോളം സുവിശേഷം അറിയിക്കുവാൻ യേശുവിനെ നിയമിച്ചിരിക്കുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാനും ഭൂതങ്ങളെ പുറത്താക്കാൻ രോഗികളെ സൗഖ്യമാക്കാൻ മരിച്ചവരെ ഉയർപ്പിക്കാൻ അത്ഭുതങ്ങൾക്ക് അടയാളങ്ങൾക്ക് വിവിധ വീര്യപ്രവൃത്തികൾക്കുമായി യേശുവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളിയായിരിക്കുന്നു. ആമേൻ. ഒന്ന് ചേർന്ന് പറഞ്ഞു, എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ സമ്പൂർണ്ണ ജയാളി ആയി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇരുന്നാട്ടെ പ്രിയരെ, ഇരുന്നാട്ടെ. ജീസസ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങൾ നമ്മൾ ഇന്നൊന്ന് ശ്രദ്ധിക്കുവാനായിട്ട് പോവുകയാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ. അപ്പോൾ ഇത് 1-2 ഭാഗങ്ങളായിട്ട് കേൾക്കേണ്ടിയ കുറച്ച് വിശുദ്ധമായ ഒരു ഭാഗമാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇതിനൊരു തുടക്കം എന്നവണ്ണം, ഒരു മുഖവര എന്നവണ്ണം കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ പറയാൻ പോകുന്നതിൻ്റെ ആകത്തുക വേണമെങ്കിൽ ഒറ്റ വാക്കിലൊന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് അത് എളുപ്പമുണ്ടാകും കേൾക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പറയാൻ പോകുന്നതിൻ്റെ ആകത്തുക, എൻ്റെ സഹോദരങ്ങളെ, യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയാൽ ഞാനും നിങ്ങളും ആയിരിക്കുന്ന ആ ഒരു വലിയ പദവിയെക്കുറിച്ചുള്ള തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും സംഭവിച്ച സമൂലമായ വലിയൊരു രൂപാന്തരത്തിൻ്റെ, യേശുവിൻ്റെ കുരിശ് മരണത്തിലൂടെ എനിക്ക് നിങ്ങൾക്കും സംഭവിച്ച ഭയങ്കരമായൊരു രൂപാന്തരത്തിൻ്റെ ആ ഒരു രൂപാന്തരത്തിൻ്റെ കാരണമായി തീർന്ന ആ വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നിപ്പോൾ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 22-23 വാക്യങ്ങൾ. 22-ാമത്തെ വാക്യം ഞാൻ ആദ്യമേ ഇവിടെ സ്ക്രീനിൽ കൊണ്ടുവരുന്നു. ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ മുമ്പാകെ, പിതാവിൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഹല്ലേലൂയ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം. കാൽവരി ക്രൂശിൽ യേശു മരിച്ചപ്പോൾ എന്നാ സംഭവിച്ചതെന്നാണ് ഈ വാക്യത്തെ പറയുന്നത്. പിതാവിൻ്റെ മുമ്പാകെ നമ്മൾ എങ്ങനെയൊക്കെ ഒന്ന് വായിച്ച ആ 3 വാക്കുകൾ എല്ലാവരും ഒന്ന് വായിച്ച്. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ഒന്ന് പറഞ്ഞേ, വിശുദ്ധരും. കരമുയർത്തി ഒന്ന് പറയാമോ? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. യേശു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യത്തെ ഞാൻ 4ആയിട്ട് മുറിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ 4ആയിട്ടൊന്ന് മുറിച്ച് നോക്കാം. ശ്രദ്ധിക്കുക, എന്താണ് ഈ വാക്യം പറയുന്നത്. ഒന്നാമത്തേത്, എന്തായിരുന്നു യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ്. വാട്ട് വാസ് ദ പർപ്പസ് ബിഹൈൻഡ് ദി ക്രൂസിഫിക്ഷൻ?
അല്ലെങ്കിൽ വാട്ട് വാസ് ദ പർപ്പസ് വൈ ജീസസ് സഫേർഡ് ഓൺ ദ ക്രോസ്? എന്തിനു വേണ്ടിയാണ് യേശു കുരിശിൽ കഷ്ടം സഹിച്ചത്? യേശു കുരിശിൽ കഷ്ടം സഹിച്ചതിൻ്റെ ഉദ്ദേശമാണ് ഇവിടെ വായിക്കുന്നത്. നമ്മൾ മാനവജാതി എല്ലാവരും, മനുഷ്യരെല്ലാവരും അവൻ്റെ മുമ്പിൽ, അവൻ്റെ എന്നുള്ള ഈ പ്രയോഗം ആദ്യത്തെ നോക്കിയാൽ അറിയാം, ബിഫോർ ദി ഫാദർ ആണ്, അപ്പൻ്റെ മുമ്പാകെ. ഹല്ലേലൂയ. പിതാവിൻ്റെ മുമ്പാകെ. ഇനി കുറച്ചുകൂടെ ഒന്ന് നല്ലതായിട്ട് ശ്രദ്ധിച്ചു. പിതാവിൻ്റെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. അപ്പോൾ ഇതായിരുന്നു ക്രൂശുമരണത്തിൻ്റെ ഉദ്ദേശം. എന്നെ നിങ്ങളെയും വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തണം. ഒന്ന് ചേർന്ന് പറഞ്ഞേ, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തണം. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞ് ഒരാളോടൊന്ന് കൺവേ ചെയ്ത ഈ മെസ്സേജ്, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ യേശു കുരിശിൽ മരിച്ചത്. അപ്പോൾ യേശു കുരിശിൽ മരിച്ചു കഴിഞ്ഞിട്ടും വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആണെന്ന് അറിഞ്ഞില്ല എങ്കിൽ യേശുവിനെ വീണ്ടും ക്രൂശിക്കുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. ഇതാണ് ഏറ്റവും വലിയ അപകടകരമായ കാര്യം. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ ഉദ്ദേശം എന്നെ വിശുദ്ധരും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനും ആക്കുക എന്നുള്ളതായിരുന്നു. ആ പദ്ധതിയാണ് യേശു കുരിശിൽ ചെയ്തത്. അപ്പോൾ ആ പദ്ധതി അറിഞ്ഞിട്ട് ഇന്ന് ഞാൻ അതല്ല, ഞാൻ വിശുദ്ധനല്ല, ഞാൻ കുറ്റമില്ലാത്തവനല്ല, ഞാൻ നിഷ്കളങ്കനല്ല എന്ന് ചിന്തിക്കുമ്പോൾ നാം വീണ്ടും യേശുവിനെ ക്രൂശിക്കുന്നവരായും ക്രിസ്തുവിനെ ലോകാപവാദം വരുത്തുന്നവരായും മാറുന്നു. കാരണം യേശുവിൻ്റെ കുരിശിലെ മരണത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ അവിടുത്തെ മുമ്പാകെ കുറ്റമില്ലാത്തവരും, നോക്കിയാൽ 3 പദങ്ങളൊന്നുകൂടെ പറഞ്ഞേ, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം. ഇനി ഇതിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ ഞാൻ തരാം. ഇതിൻ്റെ രണ്ടാമത്തെ ആ മുറിവ് നോക്കിക്കേ, രണ്ടാമത്തെ ഭാഗം നോക്കിക്കേ. നിർത്തേണ്ടതിന്. അപ്പോൾ നിർത്താൻ വേണ്ടി യേശു എന്ത് ചെയ്തു? യേശു ഇപ്പോൾ യേശു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ, യേശുവിന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആ പദത്തെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആ പദം തന്റെ ജഡശരീരത്തിൽ, ഈ പദം എല്ലാവരും ഒന്ന് പറഞ്ഞു. യേശുവിന്റെ ഹല്ലേലൂയ. യേശുവിൻ്റെ ഇല്ലില്ല, നിങ്ങൾ എല്ലാവരും പറഞ്ഞു, യേശുവിൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഈ ഭാഗം എല്ലാവരും ഒന്ന് കാണുക. യേശുവിൻ്റെ ശരീരം. ഒന്ന് പറഞ്ഞു, യേശുവിൻ്റെ ശരീരം. ഹല്ലേലൂയ. ആ ശരീരം എന്താണ്? ആ ശരീരം എന്താണ്? വിശുദ്ധമാണ്, നിഷ്കളങ്കമാണ്, കുറ്റമില്ലാത്തതാണ്. ഒന്ന് ഞാൻ പറയാൻ പോകുന്ന ആശയം തെളിയുന്നുണ്ടോ? ഒന്നുകൂടെ ഞാൻ വേണേൽ വ്യക്തമാക്കാം. യേശുവിൻ്റെ ജഡശരീരം, ആ ജഡശരീരം എങ്ങനെയുള്ള ജഡശരീരമാ? വിശുദ്ധമാണ്, നിഷ്കളങ്കമാണ്, കുറ്റമില്ലാത്തതുമാണ്. അപ്പൊ ആ ശരീരത്തെ, ഇതാണ് ആ ശരീരമെങ്കിൽ ആ ശരീരത്തിൽ ആരെയൊക്കെ വരുത്തുന്നുണ്ടോ അവരെല്ലാവരും പറഞ്ഞു. അവരെല്ലാം, ആ ശരീരം എന്താണോ അതാണ് പിന്നെ അവരുടെ ഐഡന്റിറ്റി അല്ലേ, പിന്നെ അവരുടെ വ്യക്തിത്വം അല്ലേ. അതാ ഇവിടെ പറയുന്നത്. അവിടുത്തെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ, ഒന്ന് ചേർന്ന് പറഞ്ഞേ, യേശുവിൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഹല്ലേലൂയ. യേശുവേ ആരാധന. എന്നെ വിശുദ്ധനാക്കാൻ വേറെ ഒരു വഴിയും ഇല്ലാഞ്ഞിട്ട്, എന്നെ നിഷ്കളങ്കനാക്കാൻ വേറൊരു വഴിയുമില്ലാഞ്ഞിട്ട്, എന്നെ കുറ്റമില്ലാത്തവനാക്കാൻ വേറൊരു വഴിയുമില്ലാഞ്ഞിട്ട് നിഷ്കളങ്കമായ ശരീരത്തിൽ എന്നെ എത്തിച്ചു. ഹല്ലേലൂയ. കുറ്റമില്ലാത്ത ശരീരത്തിൽ എന്നെ എത്തിച്ചു. വിശുദ്ധമായ ശരീരത്തിൻ്റെ ഭാഗമാക്കി എന്നെ മാറ്റി. ഹല്ലേലൂയ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഓ ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്തത്? അതാണ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ പ്രത്യേകത. അതിനുവേണ്ടി എന്ത് ചെയ്തു? അവൻ നമ്മുടെ ശരീരമായി മാറി, അവൻ നമ്മുടെ തലയായി മാറി. അതാണ് ശരീരമായി മാറി എന്നുള്ളതല്ല, അവൻ നമ്മുടെ തലയായി മാറി. എഫേസ് ലേഖനമാണ് ശരീരമായി മാറിയത്, കൊളോസ് ലേഖനം തലയായി മാറി. അപ്പോൾ എന്നെ അവിടുത്തെ ശരീരമാക്കാൻ വേറെ ഒരു വഴിയും ഇല്ലാഞ്ഞിട്ട് യേശു എന്ത് ചെയ്തു? എൻ്റെ തലയായി യേശു മാറി. തലയായപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ
ഞാൻ അവിടുത്തെ ശരീരമായി. ആ ശരീരം എന്താണ്? പിതാവിന്റെ മുമ്പാകെ വിശുദ്ധവും, ആവർത്തിച്ച് പറ. അപ്പോൾ ആ പിക്ചർ ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിയട്ടെ. നല്ലതായിട്ടത് മനസ്സിലാക്കണം. എന്നാലേ ഈ ദൈവത്തിന് മുമ്പാകെ തൻ്റെ ഇടത്തോടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മുട്ടിടിച്ച് വിറച്ചോ അല്ലാത്ത പരുവത്തിൽ നിൽക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഈ ഒരു വലിയ തിരിച്ചറിവിലേക്ക് കയറണം. എന്നാണെന്നറിയോ? ഞാൻ ഇന്ന് വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനും ആകാൻ വേണ്ടി എന്ത് ചെയ്തു? യേശു തൻ്റെ ശരീരത്തിൽ എന്നെ കൊണ്ടുവന്ന് നിരപ്പിച്ചു. ഹല്ലേലൂയ. അതിൻ്റെ ആ കണ്ടിന്യൂവേഷൻ എടുത്താൽ ആ വാക്യം പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. നിർത്തേണ്ടതിന് ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. പറഞ്ഞേ, ജഡശരീരം മരണത്താൽ നിരപ്പിച്ചു. ഒരിക്കൽ പറഞ്ഞേ, ജഡശരീരത്തിൽ കൊണ്ടുവന്നു. ഇനി ഒന്ന് ജഡശരീരത്തിൽ കൊണ്ടുവന്നു. 2 ജഡശരീരത്തെ കൊണ്ടുവരുമ്പോഴും ശരീരത്തെ കൊണ്ടുവരുമ്പോഴും ഈ കൊണ്ടുവന്ന ആൾ ആരാ? അശുദ്ധൻ, നിഷ്കളങ്കതയില്ലാത്തവൻ, കുറ്റമുള്ളവൻ, അല്ലേ? ഹലോ, കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് എന്തായത്? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും. അപ്പൊ കൊണ്ടുവരുന്നിടം വരെ എന്താ? അശുദ്ധനും നിഷ്കളങ്കനും അശുദ്ധനും കളങ്കമുള്ളവനും പിന്നെ കുറ്റമുള്ളവനുമാണ്. ഹല്ലേലൂയ. അപ്പൊ അശുദ്ധനും കളങ്കമുള്ളവനും കുറ്റമുള്ളവനുമാണ് ഞാനെങ്കിൽ അത് മാറാൻ എന്നെ ആവശ്യമുണ്ട്, മരണം ആവശ്യമുണ്ട്. അതാ പറയുന്നത്. ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കേ, ആമേൻ. അതും അശുദ്ധനും എന്നെ ജഡശരീരത്തിൽ കൊണ്ടുവന്നു. പക്ഷെ ജഡശരീരത്തിൽ കൊണ്ടുവരുമ്പോഴും എന്തുണ്ട്? എൻ്റെ അശുദ്ധിയും എൻ്റെ കുറ്റമുള്ള അവസ്ഥയും എൻ്റെ നിഷ്കളങ്കയില്ലായ്മയും എന്നിൽ തന്നെ ഉണ്ട്. കാരണം അതിൻ്റെ ശിക്ഷ നടന്നിട്ടില്ല എങ്കിൽ, അതിൻ്റെ പ്രായശ്ചിത്തം നടന്നിട്ടില്ല എങ്കിൽ അത് എന്നിൽ തന്നെ അവശേഷിക്കും. ഹല്ലേലൂയ. ശരീരത്തിൽ എന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ ആ ശരീരത്തിൽ തന്നെ പോലെ തന്നെ ആകേണ്ടതിന് ആ വചനം പറയുക, ജഡശരീരത്തിൽ മരണത്താൽ നിരപ്പാക്കി. ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഈക്വലാക്കി. അതാ പറയുന്നത്, ഈക്വാലിറ്റി ഉണ്ടാക്കി. ദൈവത്തിൻ്റെ അതേ നിലവാരത്തിലേക്ക്. ഒന്ന് ചേർന്ന് പറഞ്ഞേ, ദൈവത്തിൻ്റെ അതേ നിലവാരത്തിലേക്ക് നിരപ്പിച്ചു. ഏത് നിലവാരത്തിലാണോ ദൈവം നിൽക്കുന്നത്, അതേ നിലവാരത്തിലേക്ക് എന്നെ ഉയർത്തി. 3 ക്രിയയാണ് ഈ ഒറ്റ വാക്യത്തിനകത്ത് കാണുന്നത്. ഒന്ന്, നിഷ്കളങ്കനല്ലാത്ത എന്നെ നിഷ്കളങ്കനാക്കാൻ അവിടുത്തെ ശരീരത്തിൽ കൊണ്ടുവന്നു. 2, കുറ്റമുള്ളവനായ എന്നെ കുറ്റമില്ലാത്തവനായി ആക്കാൻ വേണ്ടി അവിടുത്തെ ശരീരത്തിൽ കൊണ്ടുവന്നു. അശുദ്ധനായ എന്നെ വിശുദ്ധനാക്കാൻ അവിടുത്തെ ശരീരത്തിൽ കൊണ്ടുവന്നു. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് വാക്യം പിന്നെയും പറയുകയാണ്, എൻ്റെ നിഷ്കളങ്കതയില്ലായ്മ മാറാൻ വേണ്ടി യേശു മരിച്ചു. ഹല്ലേലൂയ. എൻ്റെ അശുദ്ധി മാറാൻ വേണ്ടി യേശു മരിച്ചു. ഒന്ന് കരമുയർത്തി പറഞ്ഞു, എൻ്റെ അശുദ്ധി മാറാൻ വേണ്ടി യേശു മരിച്ചു. എൻ്റെ നിഷ്കളങ്കത ഇല്ലായ്മ മാറാൻ വേണ്ടി യേശു മരിച്ചു. കുറ്റമുള്ള എൻ്റെ അവസ്ഥ മാറാൻ വേണ്ടി അതാ ജഡശരീരത്തിൽ മരണത്താൽ. എല്ലാവരും വാക്യം ഒന്ന് വായിച്ചു. ജഡശരീരത്തിൽ, ആവർത്തിച്ചൊന്ന് പറഞ്ഞു, ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ. ഹല്ലേലൂയ. ജഡശരീരത്തിൽ സംഭവിച്ച തൻ്റെ മരണത്താൽ ഓരോന്നിൽ നിന്ന് അഴിച്ചു മാറ്റി. അശുദ്ധി മാറ്റി, അവിടെ വിശുദ്ധി കയറ്റി. നിഷ്കളങ്കത ഇല്ലായ്മ മാറ്റി, അവിടെ നിഷ്കളങ്കത കയറ്റി. കുറ്റമുള്ള അവസ്ഥ മാറ്റി, കുറ്റമില്ലാത്ത അവസ്ഥ കയറ്റി. ഹല്ലേലൂയ. എന്നിട്ടിപ്പം ഞാൻ നിൽക്കുകയാണ്. എവിടെയാ? നിഷ്കളങ്കരും നിർത്തേണ്ടതിന്. ഒന്ന് ചേർന്ന് പറഞ്ഞു, ഞാൻ പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുക. എങ്ങനെ? ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞേ, പിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എങ്ങനെയാ? വിശുദ്ധനും നിഷ്കളങ്കനും. ഞാൻ ഒരു വാക്ക് സരസമായിട്ട് പറയട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവും. ഇങ്ങനെയാണ് നിർത്തിയേക്കുന്നത്. നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഇല്ലേലും ഇങ്ങനെയാണ് നിർത്തിയേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ പറയാം, ഞാനിപ്പോഴും അശുദ്ധനായിട്ടാണ് നിൽക്കുന്നത്, ഞാനിപ്പോഴും കളങ്കമുള്ളവനായിട്ടാണ് നിൽക്കുന്നത്. ഇതൊക്കെ പറഞ്ഞ് താഴെ വേണേൽ ജീവിക്കാന്നേ ഉള്ളൂ. പക്ഷെ പിതാവിൻ്റെ മുമ്പാകെ പുത്രൻ്റെ മരണത്താൽ തൻ്റെ ജഡശരീരത്തിൽ നിങ്ങളുടെ അശുദ്ധിയോ കുറ്റമുള്ള അവസ്ഥയും എല്ലാം ഇട്ടേച്ച് ഒരു പുതിയ മനുഷ്യനാക്കിയാണ് നിർത്തിയേക്കുന്നത്. കരമടിച്ചൊന്നാർത്ത് വിളിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്തു. ഞാൻ ഇന്ന് അങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ഉള്ളവര് ഒന്ന് കരം ഉയർത്തി ചേർത്തടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ ഇന്ന് അങ്ങനെയാ നിൽക്കുന്നതെന്ന് പോരാ ശക്തിയോടെ ഞാൻ ഇങ്ങനെയാ നിർത്തിയേക്കുന്നത്. ഇതാ സത്യം സഹോദരങ്ങളെ, ഇതാണ് സത്യം. നമ്മെ
ഇങ്ങനെയാ നിർത്തിയിരിക്കുന്നത്. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കരം കൊടുത്ത് പറ, ഇത് നിങ്ങൾ അറിയണം, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ഒരാളോട് പറഞ്ഞ് ബലപ്പെടുത്തിക്ക്, ഇത് നിങ്ങൾ അറിയാതെ പോകരുത്. എൻ്റെ അച്ഛാ, ഇത് മനസ്സിലാക്കി വെച്ചേ പോകാവുള്ളൂ. ഹല്ലേലൂയ. ഇങ്ങനെയാണ് നിർത്തിയേക്കുന്നത്. ഇങ്ങനെ നിർത്താൻ വേണ്ടിയാണ് യേശു കുരിശിൽ കയറിയത്. ഇങ്ങനെ നിർത്താൻ വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. കാരണം അശുദ്ധമല്ലാത്ത ഒരു ശരീരം ഉണ്ടായിരുന്നെങ്കിൽ അത് യേശുവിൻ്റെ ശരീരം മാത്രമാണ്. നിഷ്കളങ്കമായ ഒരു ശരീരം ഉണ്ടായിരുന്നെങ്കിൽ അത് യേശുവിൻ്റെ ശരീരം മാത്രമാണ്. കുറ്റമില്ലാത്ത ഒരു ശരീരം ഉണ്ടായിരുന്നെങ്കിൽ അത് യേശുവിൻ്റെ ശരീരം മാത്രമാണ്. ആ ശരീരത്തിൽ കൊണ്ടുവരാതെ എനിക്ക് നിങ്ങൾക്കും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും വിശുദ്ധരും ആകാൻ പറ്റുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ. അപ്പൊ അതെങ്ങനെയാ ചെയ്തത്? അത് ചെയ്തത് സുവിശേഷം കേട്ടപ്പോഴല്ല, അത് ചെയ്തത് സുവിശേഷം ആരും പറഞ്ഞപ്പോഴും അല്ല, അത് ചെയ്തത് യേശു കുരിശിൽ മരിച്ചപ്പോഴാണ്. പക്ഷെ ഞാൻ അത് അറിഞ്ഞത് സുവിശേഷം കേട്ടപ്പോഴാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് മനസ്സിലായി? അത് അതിന്റെ കണ്ടിന്യൂവേഷൻ ഞാൻ തരാം. അപ്പൊ ഈ വാക്യം ഞാൻ രണ്ടാമത് എടുക്കാം, പക്ഷെ ഈ വാക്യം ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒന്ന് വിടുകയാണ്. കാരണം എനിക്ക് അടുത്ത വാക്യം 23-ാമത്തെ വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. അപ്പൊ ഇത്രയും സമയം പറഞ്ഞ് ഞാൻ ഒന്നിച്ചൊന്ന് ക്രോഡീകരിക്കട്ടെ. എൻ്റെ കൂടെ ഉള്ളവരൊന്ന് മിണ്ടിക്കേ. ആമേൻ. ഹല്ലേലൂയ. അപ്പൊ ഞാൻ അശുദ്ധനായിരുന്നു, ഞാൻ കുറ്റമുള്ളവനായിരുന്നു, ഞാൻ നിഷ്കളങ്കത ലെവലേശമില്ലാത്തവനായിരുന്നു. പക്ഷേ ഇങ്ങനെ ഉണ്ടായിരുന്ന എന്നെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാക്കേണ്ടതിന് യേശു എന്നാ ചെയ്തു? യേശു ചെയ്ത ക്രിയയാണ് വചനത്തിൽ വായിക്കുന്നത്. തൻ്റെ ശരീരത്തിൽ കൊണ്ടുവന്നിട്ടല്ലാതെ എന്നെ അങ്ങനെ ആക്കാൻ വേറൊരു വഴിയുമില്ലാഞ്ഞിട്ട് അവൻ എൻ്റെ തലയായി മാറി. ഹല്ലേലൂയ. അവൻ എൻ്റെ തലയായപ്പോ ഞാൻ പോലും അറിയാതെ ഞാൻ അവിടുത്തെ ശരീരമായി. ഓ, എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ഞാൻ അവിടുത്തെ ശരീരമാകാൻ വേണ്ടി അവിടുന്ന് എൻ്റെ തലയായി മാറി. എന്നാലും എൻ്റെ കുറ്റവും പിന്നെ എൻ്റെ നിഷ്കളങ്കതയില്ലായ്മയും പിന്നെ എൻ്റെ അശുദ്ധിയും എന്നിൽ അവശേഷിക്കുന്നതുകൊണ്ട് യേശു പറഞ്ഞു, ഈ ജഡശരീരത്തിൽ നിന്റെ അശുദ്ധിയും നിന്റെ കുറ്റവും നിന്റെ നിഷ്കളങ്കതയില്ലായ്മയും ഞാൻ ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞു. അതിൻ്റെ മൂന്നിൻ്റെയും ശിക്ഷയാകുന്ന മരണം യേശു കുരിശിൽ ഏറ്റെടുത്തു. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന കൊടുത്ത്. ഇപ്പം നമ്മെ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞു, ഇപ്പൊ എന്നെ നിർത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാ? വിശുദ്ധൻ, നിഷ്കളങ്കത, കുറ്റമില്ലാത്തവൻ. ചേർന്ന് പറഞ്ഞു, വിശുദ്ധൻ, നിഷ്കളങ്കൻ, കുറ്റമില്ലാത്തവൻ. പക്ഷെ ഇത് വലിയ സത്യമാണ്. ഇത് എപ്പോൾ സംഭവിച്ച സത്യമാണ്? ഇത് യേശു കുരിശിൽ മരിച്ചപ്പോൾ എന്നെ നിങ്ങളെ ആക്കി തീർത്തത് ഇങ്ങനെയാണ്. പക്ഷെ ഇത് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും കൊണ്ട്, സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും കൊണ്ട് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് വാക്യം, നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന്. പൗലോസ് പറയുകയാണ്, ഞാൻ ഒന്ന് നിർത്തി, അത് വലിയൊരു വാക്യം, അപ്പൊ അതുകൊണ്ടൊന്ന് നിർത്തി പോവാ, എന്നാലേ മനസ്സിലാകുള്ളൂ. പൗലോസ് പറയാണ്, ആകാശത്തിൻ കീഴിലുള്ള സകല സൃഷ്ടികളോട് ഞാൻ പോയത് പറയുകയാണ്. ആര് പറയുന്നു? പൗലോസ് എന്ന ഞാൻ ആ ലേഖനകാരനായിട്ട് സംസാരിക്കുക. പൗലോസ് എന്ന ഞാൻ ഘോഷിക്കുകയാണ് എല്ലാവരോടും. ആരോടൊക്കെയാണ് ഘോഷിക്കുന്നത്? ആകാശത്തിന് കീഴിലുള്ള സകല സൃഷ്ടികളോടും. ഹല്ലേലൂയ. എന്നതാ ആഘോഷിക്കുന്നത്? മേളത്ത് ആഘോഷിക്കുന്നത്. എന്നാ ആഘോഷിക്കുന്നത്? നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി ഒരു ശരീരത്തിൽ കൊണ്ടുവന്നിട്ട് അവൻ നിങ്ങളുടെ തലയായി നമ്മെ അവിടുത്തെ ശരീരമാക്കിയ കാര്യം നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ലെങ്കിൽ ആ സദ്വർത്തമാനം പറയാൻ ഞാൻ വന്നിരിക്കുക എന്ന് പറഞ്ഞ് ആകാശത്തിൻ്റെ കീഴിലുള്ള സകല സൃഷ്ടികളുടെ ഇടയിൽ പൗലോസ് എന്ന ഞാൻ ഘോഷിച്ച് ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നു. വായിച്ചോ വാക്യം. പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യമാണ്. ആകാശത്തിന്റെ കീഴ് സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തെ സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും. ഹല്ലേലൂയ.
അപ്പൊ നിങ്ങൾ കേട്ട സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാത്തവരും അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ ഒന്ന് പറഞ്ഞേ, ആ 3 പദം എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ. അടിസ്ഥാനപ്പെട്ടവരും, എല്ലാരും പറ, ഇളകാത്തവരും. ആ 3 പദം ചേർന്ന് പറഞ്ഞേ. ഇളകാത്തവര്, അടിസ്ഥാനപ്പെട്ടവര്, സ്ഥിരതയുള്ളവര്. എന്നാത്തിനകത്തായി പറയുന്നത്? എന്നാത്തിന്റെ കാര്യമായി പറയുന്നത്? മേളി പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾക്ക് എന്നാ കിട്ടിയിരിക്കുന്നു? കുരിശിൽ ചൊരിഞ്ഞ രക്തത്താൽ അശുദ്ധനായ നമ്മെ വിശുദ്ധരാക്കിയിരിക്കുന്നു. കളങ്കമായിരുന്ന നമ്മെ നിഷ്കളങ്കരാക്കിയിരിക്കുന്നു. ഒന്ന് ചേർന്ന് കരമുയർത്തി ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറ്റമുള്ള നമ്മെ കുറ്റമില്ലാത്തവരാക്കിയിരിക്കുന്നു. എന്നിട്ട് താഴെ പറയുകയാണ്, ഇതിനകത്ത് ഇളകല്ലേ. എന്നിട്ട് പറയേ, ഇതിനകത്ത് അടിസ്ഥാനപ്പെട്ടവരായി, സ്ഥിരതയുള്ളവരായി, ഈ കാര്യത്തിൽ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ നിങ്ങൾ അവന്റെ മുമ്പാകെ നിലനിൽക്കൂ. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഓ, എന്നാ ക്ലാരിറ്റി ആയി വാക്യം, എത്ര ക്ലാരിറ്റി ആയി വാക്യം. എങ്ങനെ ഇത് മനസ്സിലാക്കാതിരിക്കുന്നേ? ഹല്ലേലൂയ. മേളി പറഞ്ഞു, ഹല്ലേലൂയ, ഒരു ശരീരത്തിൽ നമ്മെ കൊണ്ടുവന്നു. കാരണം ആ ശരീരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അശുദ്ധിയില്ലാത്ത, നിഷ്കളങ്കമായ, കുറ്റമില്ലാത്ത ശരീരം. ആ ശരീരത്തിൽ കൊണ്ടുവന്നിട്ട് നമ്മളോട് പറയുകയാണ്, ആ ശരീരത്തിൽ നമ്മെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കിയിരിക്കുന്നു. ചെറിയ കാര്യമല്ല കേട്ടോ, വിശുദ്ധർ. ഒന്ന് ചേർന്ന് പറഞ്ഞേ. POC ബൈബിളിൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, പരിശുദ്ധർ എന്നാ എഴുതിയേക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധരാക്കി നമ്മെ നിർത്തിയിരിക്കുന്നെന്നാ എഴുതിയേക്കുന്നത്. ഓ, ഒന്ന് മിണ്ടിക്കേ. ഹല്ലേലൂയ, യേശുവേ ആരാധന. POC ബൈബിളിലെ വാക്യം വായിക്കുക. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തന്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അനുരഞ്ജനം കിട്ടിയിരിക്കുന്നു, അനുരഞ്ജനപ്പെടുത്തിയിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമില്ലാത്തവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നു. പറഞ്ഞ് സ്വീകരിച്ച്, പരിശുദ്ധരും കുറ്റമില്ലാത്തവരും നിർമ്മലരും, കുറ്റമറ്റവരും പരിശുദ്ധരും. ഓ, ഒന്ന് ചേർന്ന് പറഞ്ഞേ, പരിശുദ്ധരും. സാധാരണ നമ്മൾ ഈ പദം മുഴുവൻ, പരിശുദ്ധൻ എന്നുള്ള പദം മുഴുവൻ ദൈവത്തിനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുക, നമ്മുടെ കാര്യം പറഞ്ഞിരിക്കുക, പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരും ആക്കി നിർത്തിയിരിക്കുക. എന്റെ സൗരങ്ങളെ, ഇതാണ് സത്യം. ഹല്ലേലൂയ. നിങ്ങൾ പാപിയാണെന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിച്ച് ഒരിക്കലും എഴുന്നേൽപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ കഴുത്തിൽ നുകം വെക്കുന്നതല്ല യേശുവും യേശുവിന്റെ മാർഗവും. മനുഷ്യന്റെ ഉള്ളിൽ പാപബോധം തന്ന്, ഹല്ലേലൂയ, നീളം കുറഞ്ഞ ഒരു കയറിൽ കെട്ടുന്ന മൃഗം കെട്ടുന്ന വട്ടത്തിൽ കിടന്ന് കറങ്ങുന്ന പോലെ ആയുസ് മുഴുവൻ നിങ്ങളെ കറക്കുന്നതല്ല യേശുവിലുള്ള ക്രിസ്തീയ ജീവിതം. വചനം തുറന്നു പറയുന്നു, യേശു കുരിശിൽ മരിച്ചപ്പോൾ അടിപ്പിണരാൽ, ഓ ഹല്ലേലൂയ, എന്നാ സംഭവിച്ചെന്ന് അറിയാതിരിക്കരുത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വചനം ഉറപ്പ് പറയുന്നു, നാം അവന്റെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നമ്മെ നിരപ്പിച്ചത്. നാം അങ്ങനെ ആയിരിക്കുന്നു, നമ്മെ അങ്ങനെ നിർത്തിയിരിക്കുന്നു. ഇതല്ലാതെ വേറൊന്നും കാണരുത്. ഇതാണ് സത്യം. സ്വീകരിക്കാൻ തുടങ്ങിക്കേ. എന്നെ വിശുദ്ധനാക്കിയേ എന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങിക്കേ. എന്നെ കുറ്റമില്ലാത്തവനാക്കിയേ എന്ന് പറഞ്ഞ് കർത്താവിന് നന്ദി പറയാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് സത്യം. ഇന്ന് അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കാൻ പലപ്പോഴും പല സന്ദർഭങ്ങളിലും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളെ കൈനീട്ടി സ്വീകരിക്കാൻ ഒരുങ്ങുമ്പം എന്നെ നിങ്ങളെ പുറകോട്ട് വലിക്കുന്ന മെയിൻ ഘടകമാണ് കുറ്റം ചെയ്തു പോയ അപരാധം. അലറിക്കരഞ്ഞ് നിലവിളിച്ചിട്ട് മായാതെ മറയാതെ ഹൃദയാന്തർഭാഗത്ത് ഇന്നും നീ പാപിയാന്ന് പറഞ്ഞ് പുറകോട്ട് വലിക്കുന്ന ആ പാപത്തിൻ്റെ കഠിനനുഖത്തിൻ്റെ നീരാളി ഹസ്തം ഇന്നിവിടെ മുറിക്കപ്പെടട്ടെ. വിശുദ്ധിയുടെ അനുഗ്രഹം മുഴുവൻ പ്രാപിപ്പാൻ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേരും ശക്തന്മാരായി മുമ്പോട്ട് വരട്ടെ. അതിനു വേണ്ടി യേശു എന്നാ ചെയ്തു? തന്റെ ശരീരത്തെ കൊണ്ടുവന്നു. ഇന്ന് സകല വീടുകളിലും ഈ അനുഗ്രഹം പെരുകട്ടെ. ഹല്ലേലൂയ. അശുദ്ധനാന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ വിശുദ്ധനാന്ന് പറഞ്ഞ് കേറുന്നില്ല.
ഹല്ലേലൂയ. കുറ്റമുള്ളവനാന്ന് പറഞ്ഞു മാറി നിൽക്കാതെ തൻ്റെ ശരീരത്തെ കുറ്റം വഹിച്ചതുകൊണ്ട് ഞാൻ കുറ്റമില്ലാത്തവനാന്ന് പറഞ്ഞ് കയറുന്നില്ല. ഹല്ലേലൂയ. നിഷ്കളങ്കനാന്ന് പറഞ്ഞ് തൻ്റെ ഇടത്തോടെ കർത്താവിനെ സ്തുതിക്ക്. ഇതിനു വേണ്ടിയാ യേശു കുരിശിൽ മരിച്ചത്. ഓരോ തവണ യേശുവിൻ്റെ കഷ്ടാനുഭവം ഓർക്കുമ്പോഴും എൻ്റെ പ്രിയരെ, ഇത് മനസ്സിലാക്കാതെ ജീവിച്ചിട്ട് കാര്യമില്ല. ഇതാണ് ക്രിസ്തീയത, ഇതാണ് സത്യ ക്രിസ്ത്യാനിത്വം. നമ്മെ അങ്ങനെ ആക്കിയിരിക്കുന്നു. പിതാവിന്റെ മുമ്പാകെ നാം ഇന്ന് നിൽക്കുന്നത് അങ്ങനാണ്. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ നമ്മുടെ ചിത്രം. ഇതാണ് യഥാർത്ഥ നമ്മുടെ ചിത്രം. ഈ വചനത്തിൽ വെച്ചുകൊണ്ട് സകല അനുഗ്രഹങ്ങളെയും ഇന്ന് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയും. സൗഖ്യം നിങ്ങളുടേതാണ്, കാരണം നിങ്ങൾ വിശുദ്ധരാണ്. ഹല്ലേലൂയ. കൃപ നിങ്ങളുടേതാണ്, കാരണം നിങ്ങൾ കുറ്റമില്ലാത്തവരാണ്. ഹല്ലേലൂയ. സകല ആശീർവാദങ്ങളും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വന്നേ പറ്റൂ. എന്നോട് ചേർന്ന് പറഞ്ഞു സ്വീകരിച്ചോ, കാരണം നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി അവിടുത്തെ വിശുദ്ധ രക്തത്താൽ മാറിയിരിക്കുന്നു. ശക്തിയോടെ യേശുവിനെ ആരാധന. ലേഖന ഞാൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-22 വാക്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഈ ആശയം പൂർണ്ണമായി മനസ്സിലാക്കണമേ. നാം ദൈവത്തിന് മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് നമ്മളെ അങ്ങനെ നിർത്തുക എന്നുള്ളതായിരുന്നു യേശുവിനെ അയച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം. എങ്ങനെ നിർത്താൻ? വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായിട്ട് നിർത്താൻ. ഒന്ന് പറഞ്ഞേ, വിശുദ്ധനും ഹോളി. ഇംഗ്ലീഷിലെ പ്രയോഗം നല്ലതാണ്. വേണേ ആ വാക്യം ഒന്ന് വരട്ടെ മോനെ. വേഴ്സ് 21, 21-ാമത്തെ വാക്യം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം ഒന്നുകൂടെ ഒന്ന് സ്ക്രീനിൽ വരട്ടെ. അപ്പോൾ അത് എല്ലാവർക്കും വായിക്കാമല്ലോ. ആ വാക്യങ്ങളിലേക്ക് പെട്ടെന്ന് പോരെ. ദൈവത്തിന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. 22-ാമത്തെ വാക്യം. ദൈവത്തിന് മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അപ്പൊ ഇവിടെ ആ വാക്യങ്ങൾ നോക്കൂ. ഒന്നാമത്തത് ഹോളിയാണ്. ഓക്കെ, ഹോളി. പിന്നെ രണ്ടാമത്തെ പറയാ അൺബ്ലെയിമബിൾ. ബ്ലെയിം എന്ന് പറഞ്ഞാൽ അറിയാലോ, ബ്ലെയിം ചെയ്യാന്ന് പറഞ്ഞ. അൺബ്ലെയിമബിൾ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു കുറ്റവും പറയാനില്ലാത്ത തരത്തിൽ. ഓ ഹല്ലേലൂയ. അൺബ്ലെയിമബിൾ. അടുത്ത നോക്കി, അൺറിപ്രൂവബിൾ. ഹോളി, അൺബ്ലെയിമബിൾ ആൻഡ് അൺറിപ്രൂവബിൾ. ജീസസ് വിശുദ്ധനാക്കി, നിഷ്കളങ്കനാക്കി, കുറ്റമില്ലാത്തവനാക്കി. ഈ മൂന്നാമത്തെ അൺറിപ്രൂവബിൾ എന്ന് പറയുന്നത് കോടതി ഭാഷയാണ്. കേൾക്കുന്നു? അത് കോടതി ഭാഷയാണ്, ജഡ്ജിയുടെ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന പ്രതി, ജഡ്ജി അവിടെ നിന്ന് വിധിക്കുകയാണ്. ഈ നിൽക്കുന്ന പ്രതി പറഞ്ഞു, ഇത്രയും ആരോപണങ്ങൾ ഇവരെ മേലുണ്ട്, ഇവൻ അത് ചെയ്തു, ഇവൻ ഇത് ചെയ്തു, ഇവൻ ഇതും അതും കൂടെ ചെയ്തു, ഇത്ര പ്രാവശ്യം ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അവൻ നിൽക്കാൻ യോഗ്യനല്ല, അവനെ കൂടെ ഇറക്കി നിർത്തുന്നു പറയുമ്പോൾ ജഡ്ജി അവിടെ നിന്നുകൊണ്ട് പറയുന്ന കുറ്റമില്ലാത്തവനായവൻ. ആ പദമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലീഗൽ ടെർമിനോളജി. അത് നിയമപരമായ ഒരു പദമാണ്. എന്ന് പറഞ്ഞാൽ മാനുഷിക പദമല്ല, അത് പിന്നെ എന്താ, ഒരു നിയമത്തിന്റെ പദമാണ്. എന്ന് പറഞ്ഞാൽ നിയമത്തിന് മുമ്പാകെ ലീഗലി യു ആർ അൺറിപ്രൂവബിൾ, ലീഗലി യു ആർ ഹോളി, ലീഗലി യു ആർ അൺറിപ്രൂവബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അൺബ്ലെയിമബിൾ. അതാണ് യേശുവിന്റെ കുരിശുമരണത്തിൽ സംഭവിച്ചത്. യേശു കുരിശു മരിച്ചപ്പോൾ തൻ്റെ ശരീരത്തിലാക്കി നമ്മുടെ തലയായി ക്രിസ്തു മാറി. തലയായി ക്രിസ്തു മാറിയിട്ട് നമ്മൾ ചെയ്ത ക്രിയയാണ് ഇനി ഒരു ആരോപണവും നിങ്ങളെക്കുറിച്ച് പറയാനില്ലാത്ത പരുവത്തിലാക്കി. ഹല്ലേലൂയ. കുറ്റമറ്റവര്, കളങ്കരഹിതര്. ഒന്ന് പറഞ്ഞ്, കുറ്റമില്ലാത്തവര്. ഹല്ലേലൂയ. ഏറ്റവും ഭയങ്കര പദം എന്നാണെന്നറിയോ? നിഷ്കളങ്കരാക്കുക എന്നുള്ളതാണ്. ഒന്ന് ചേർന്ന് പറഞ്ഞ്, നിഷ്കളങ്കരാക്കുക. ഇത് രണ്ടും രണ്ടാണ്. ഒന്ന്, ഈ കുറ്റമില്ലാത്തവരാക്കുക എന്ന് പറഞ്ഞാൽ ചെയ്ത കുറ്റങ്ങളുടെ മേല് കുറ്റം ഇനി വരുന്നില്ലെന്ന് പറഞ്ഞാൽ, പക്ഷെ ഇനി ചെയ്യാൻ പോകുന്ന കുറ്റങ്ങൾ, അല്ലേ, ഇനി ചെയ്യാൻ പോകുന്ന കുറ്റങ്ങൾ ചെയ്യാതിരിക്കണമെങ്കിൽ എന്തു ആകണം? നിഷ്കളങ്കരാകണം. അതാ ഇവിടുത്തെ രണ്ട് കാര്യം. അപ്പോൾ ഒന്ന് ചെയ്തു പോയ അപരാധത്തിന് വേണ്ടിയാ, രണ്ട് ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയാ. കിട്ടുന്നവർക്ക് സ്തോത്രം. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കേ. മനസ്സിലാവുന്നവരൊന്ന് മനസ്സിലാക്കിക്കേ. ഒന്ന് കരമുയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ആമേൻ പറഞ്ഞേ. യേശു കുറ്റമറ്റവരാക്കി, കളങ്കരഹിതരാക്കി എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ ചെയ്ത സകല അപരാധങ്ങളുടെ മേലും യേശു വലിയ പാപക്ഷമ തന്നു. ഓ ഹല്ലേലൂയ. തൻ്റെ ശരീരത്തെ കൊണ്ടുവന്ന് നിരപ്പിച്ചു. ഇനി രണ്ടാമത്തെ ഭാഗമാണ് പറയുന്നത്, നിഷ്കളങ്കരാക്കി
സിൻസിയറാക്കി. ഒന്ന് പറഞ്ഞേ, സിൻസിയറാക്കി. ഓ, കഠിന ഹൃദയത്തെ എടുത്തുമാറ്റി. അതായിരുന്നു പാപകാരണം. യേശുവിൽ ഏറ്റവും വലിയ കാര്യം ഇതാ സംഭവിക്കുന്നത്, നമുക്കൊരു നിഷ്കളങ്കമായ ഹൃദയത്തെ തരും. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ ഈ സത്യം. ഓ, നിഷ്കളങ്കമായൊരു ഹൃദയം നിഷ്കളങ്കരാക്കി മാറ്റിയിരിക്കുകയാണ്. ഓ ഹല്ലേലൂയ. ദുർമനസാക്ഷി എടുത്തു മാറ്റിയിട്ട് നമ്മുടെ മനസാക്ഷിക്കകത്തോട്ട് ഓ നീതിയെ ഇട്ടിട്ട് നാം പോലും അറിയാതെ ഓ ഹല്ലേലൂയ ചെറിയ കാര്യം പോലും വെച്ചോണ്ടിരിക്കാനും ചെയ്യാനും പറ്റാത്ത ഭയങ്കര ഒരു മനസാക്ഷിയുടെ ഉടമയാക്കി നമ്മെ യേശുവിൽ തീർത്തിരിക്കുന്നു. ഹല്ലേലൂയ. മുമ്പ് ഇതല്ല, ഇതിന് അപ്പുറത്ത് ചെയ്താലും ഒരു കുലുക്കമില്ല നിൽക്കുമായിരുന്നു. എൻ്റെ ബ്രദർ ഇപ്പം ചെറിയ കാര്യം ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥതയില്ല. ഇല്ലാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? കഠിന ഹൃദയത്തെ മാറ്റിയിട്ട് മൃദുവായൊരു ഹൃദയത്തെ ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. ഇതാണ് യേശുവിൽ സംഭവിച്ച ഏറ്റവും വലിയ കാര്യം. ഒന്നുകൂടെ എന്നോട് ചേർന്ന് പറഞ്ഞു, വിശുദ്ധനാക്കി നിഷ്കളങ്കമായൊരു ഹൃദയത്തെ തന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ സിൻസിയറാക്കി മാറ്റി. ഓ, ഒന്ന് പറഞ്ഞേ, സിൻസിയറാക്കി മാറ്റി. ഹല്ലേലൂയ. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അപ്പൊ ഇത് മൂന്നും യേശു കുരിശിൽ തൻ്റെ ശരീരത്തിൽ തൻ്റെ മരണത്താൽ തന്നോട് നിരപ്പിച്ചപ്പോൾ ഈക്വലാക്കി, ദൈവത്തോട് സമനാക്കി. ദൈവം ഇതൊക്കെയാണ്. ദൈവം വിശുദ്ധനാണ്, ദൈവം നിഷ്കളങ്കനാണ്, ദൈവം കുറ്റമില്ലാത്തവനാണ്. ആ ദൈവത്തിൻ്റെ ഒത്ത ലെവലിൽ നിരപ്പാക്കി. അതാ അവിടെ വാക്യം നമ്മൾ അവസാനിപ്പിച്ചത്, തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഇനി ആ കൊളോസ്യർ 2:23 വാക്യം നമ്മൾ കേട്ടപ്പോൾ ശ്രദ്ധിച്ചത്, പക്ഷെ ഈ കാര്യം പൗലോസ് എന്ന് പറയുന്ന ആള് ആ കൊളോസ്യർ 1:23 ആകാശത്തിൻ കീഴിലുള്ള സകല സൃഷ്ടികളുടെ ഇടയിൽ ഘോഷിച്ചും കൊണ്ട് പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്ന് നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാത്തതും ഹല്ലേലൂയ അടിസ്ഥാനപ്പെട്ടവരും, ഒന്ന് പറഞ്ഞ്, ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുമുള്ളവരായി വിശ്വാസത്തിൽ നിലകൊണ്ടാൽ. ഹല്ലേലൂയ. ഏതിൽ നിലകൊണ്ടാൽ? ഈ വിശ്വാസത്തിൽ നിലകൊണ്ടാൽ. ഏത് വിശ്വാസത്തിൽ നിലകൊണ്ടാൽ? മേളത്തെ വാക്യം ഏതാ? കൊളോസ്യർ 1:22 വാക്യം. നാം അവന്റെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാണ് എന്ന വിശ്വാസത്തിൽ നിലകൊണ്ടാൽ. ഓ, അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് ഒന്നുകൂടെ പറ, ഇതിൽ നിലകൊള്ളണം, ഇതിലങ്ങോട്ട് നില ഉറപ്പിക്കണം. ഇതിനകത്ത് ഇളകല്ല്, ഇതിനകത്ത് ആൾക്കാരെ ഇളക്കും. നിങ്ങളെ കുറ്റമില്ലാത്തവരാന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ല. അതിനകത്തുനിന്ന് നിങ്ങളെ ഇളക്കും. അതുകൊണ്ടാണ് വചനം പറയുന്നത് ഇളകാതെ. ഒന്ന് പറഞ്ഞ്, ഇളകാതെ. ഞാൻ ഇളകാതെ നിന്നോണ്ട് പറയണമല്ലേ ഇളകാതെ എന്ന്. ഇളകാതെ. ഓ, ഒന്നുകൂടെ പറഞ്ഞ്, ഇളകാതെ. ഓ ജീസസ്, ഹല്ലേലൂയ. ഇളകരുത്. ഒന്നുകൂടെ പറഞ്ഞ്, ഇളകരുത്. കരം ഉയർത്തി ഒന്ന് പറ, ഇളകരുത്. ഈ ഏതിന്ന് ഇളകരുത്? ഏതിന്ന് ഇളകരുത്? പറ. യേശു കുരിശ് മരിച്ചപ്പോൾ യേശുവിൻ്റെ കുരിശ് മരണത്താൽ എന്നെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാക്കി മാറ്റിയിരിക്കുന്നു. എന്നെ സംഭവിച്ചാൽ ഈ സത്യത്തിൽ നിന്ന് ഞാൻ ഇളകത്തില്ല, ഈ അടിസ്ഥാനത്തിൽ നിന്ന് ഞാൻ ഇളകത്തില്ല. ഓ, എത്ര പേര് കർത്താവിനെ സ്തുതിക്കും ഇപ്പോൾ തന്നെ. 23 നോക്കുമോനെ ആ വാക്യം, 23 വാക്യം. ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിച്ച് ക്ലോസ്. ഈ അടിസ്ഥാന പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ. അതിൻ്റെ അകത്ത് ഇളകരുത്. ഇളക്കി വെച്ച് പറയും, ആ കാര്യം ക്രൂശിലൊക്കെ യേശുവൊക്കെ മരിച്ചിട്ടും മറ്റുമൊക്കെ ഉണ്ട്, പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ പാപിയ. അങ്ങനെയും മറ്റും യേശുവിൻ്റെ കുരിശുമരണത്താൽ നിഷ്കളങ്കരാകുവോ മറ്റും ചെയ്യാൻ പറ്റുമോ? ഇളക്കി വിട്ടിട്ട് പറയും, നിങ്ങളായിട്ടില്ല, നിങ്ങളിനി ആകണം, ഇത്ര ദിവസം കൊണ്ടാകും, ഞങ്ങളിവിടെ വന്നാലാകും. ഹല്ലേലൂയ. ഞങ്ങളാക്കുന്നവരാണ്, ഞങ്ങളോട് കൂടിക്കോ. എൻ്റെ പൊന്നെ, ഇവിടെ ഒരുത്തനും നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരും ഒന്നും ആക്കാൻ പറ്റില്ല എൻ്റെ പൊന്നെ. അതുകൊണ്ടാണ് യേശു വിശുദ്ധരും നിഷ്കളങ്കരും ആക്കിയത്. ഓ, കരമടിച്ചൊന്ന് കർത്താവിനെ ആർത്ത് വിളിച്ചു സ്തുതിച്ചോ. ഓ, ഞാനിതാണ്. എത്ര പേര് പറയും ഇതിനകത്തുനിന്ന് ഞാൻ ഇളകത്തില്ല. ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായി. രണ്ടാമത്തെ പറയുന്നത്, ഈ ഇളക്കം വരുന്നത് എപ്പോഴാണെന്നറിയാം? ഈ സത്യത്തിനകത്ത് അടിസ്ഥാനപ്പെട്ടവരാകാതിരിക്കുമ്പോഴാണ്. എപ്പോഴാ ഒന്ന് ഇളകുന്നേ? ഒന്ന് പറഞ്ഞേ. ഉറപ്പിച്ചിട്ടില്ല എങ്കിലാണ് ഇളകുന്നത് അല്ലേ? മിണ്ട്. ഉറപ്പിച്ചിട്ടില്ലെങ്കിലാ ഇളകുന്നതല്ലേ? അപ്പൊ ഈ സത്യത്തിൽ അങ്ങോട്ട് ഉറക്കണം, ഇതിൻ്റെ അകത്തോട്ട് വേറിറക്കണം. ഏത് സത്യത്തിലാ?
ഏത് സത്യത്തിലാ? വിശുദ്ധനും. എനിക്കിന്ന് സൗഖ്യമുണ്ടെന്നോ, എന്റെ സാമ്പത്തിക വിടുതൽ ഇന്ന് ഉണ്ടാകുമെന്നോ, എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കുമെന്നോ, അതൊക്കെ ഇതിന് കൂടെ ഉള്ളതാ മോനെ. ആദ്യം ഇതിൻ്റെ അകത്ത് ഉറക്കെ, പിന്നെ അതിന്റെ പുറകെ കൊച്ചിന്റെ കല്യാണം വരുമെന്നേ. ആ എൻ്റെ ബ്രദറെ, ഞാനിതൊന്നും കേൾക്കാൻ വന്നതല്ല. എന്നെ മുട്ടിന് വേനെ ഒന്ന് മാറ്റി തന്നാൽ ഞാൻ പെട്ടെന്ന് വീട്ടിൽ പോയേനെ. മുട്ടിന് വേനെ മാറ്റുന്നതിന് മുമ്പ് ഇത് കേട്ടച്ച് പോയേച്ചാൽ മതി. പിന്നല്ല, 2 മുട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് പോയേച്ചാൽ മതി. പക്ഷെ അതിന് മുമ്പേ ഈ സത്യം അറിയണം. ഹല്ലേലൂയ. മുട്ടിന് വേനയ്ക്ക് എന്നാ കാരണം എന്ന് പറയും, നമ്മളൊക്കെ അശുദ്ധരൊക്കെ അല്ലേ, അതുകൊണ്ടൊക്കെ ഇതൊക്കെ ബ്രദർ, ഐ നോ സിസ്റ്റർ. ഹല്ലേലൂയ. ഇന്ന് തിരിച്ചറിഞ്ഞു വെച്ച് പോകണം. ഹല്ലേലൂയ. വിശുദ്ധിയുടെ കൊടുമുടിയിലോട്ട് കയറിയച്ച ഇന്ന് ഇറങ്ങി പോകാവുള്ളൂ ഇവിടുന്ന്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു? ഇത് അതീവ ഗൗരവമുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഞാൻ നിർത്തി പല ഭാഗങ്ങളായിട്ട് മുറിച്ച് ഇത് വിശദീകരിക്കുന്നത്. അതീവ ഗൗരവമുള്ള ഭാഗമാണ്. ഈ സത്യത്തെ ഇളക്കുവാനാണ് ലോകത്തിലെ എല്ലാ ശക്തികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇന്ന് ഈ സത്യത്തിലൂടെ കയറുന്നവർക്കായി സ്തോത്രം. ഞാൻ യേശു കുരിശിൽ മരിച്ചപ്പോൾ യേശുവിൻ്റെ കുരിശ് മരണത്താൽ എന്നെ ദൈവത്തോട് ഈക്വലാക്കിയിരിക്കുന്നു, നിരപ്പിച്ചിരിക്കുന്നു. എന്നെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാക്കിയിരിക്കുന്നു. പൗലോസ് ലോകത്തിലുള്ള ആകാശത്തിൻ്റെ കീഴിലുള്ള സകലയിടത്തും പോയി ഇത് ഘോഷിക്കുവാന്ന്. അതിന് എല്ലായിടത്തും പോയി ഇത് ഘോഷിക്കുന്നേ. എല്ലാവരെയും ആക്കി, അതുകൊണ്ടാണ് എല്ലായിടത്തും പോയി ഘോഷിക്കുന്നത്. ഹലോ, എല്ലാവരെയും വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആക്കുക എന്ന പ്രവൃത്തി യേശു കുരിശിൽ ചെയ്തത്. അത് എല്ലാവർക്കും ഈ മെസ്സേജ് ബാധകമാണ്. ഹല്ലേലൂയ. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ ആകാശത്തിന് കീഴിലുള്ള സകല ഭാഷക്കാരുടെ ഇടയിൽ, സകല വംശക്കാരുടെ ഇടയിൽ, സകല ജാതിക്കാരുടെ ഇടയിലും പൗലോസ് എന്ന ഞാൻ അങ്ങനെ വായിക്കുന്ന, ഞാൻ പറയുന്നതാണോ നോക്ക. കൊളോസ്യർ 1:23 വാക്യം. ആകാശത്തിന്റെ കീഴെ, ആകാശത്തിന്റെ കീഴെ വല്ലവരും വിടുന്നുണ്ടോ? സകല സൃഷ്ടികളുടെയും. കണ്ടോ, ആകാശത്തിന്റെ കീഴിലുള്ള സകല സൃഷ്ടികളുടെ ഇടയിൽ കറുത്തതും വെളുത്തതും മൂക്കും കൂർപ്പിച്ചിരിക്കുന്ന മൂക്ക് പമ്മിയിരിക്കുന്ന എല്ലാത്തിൻ്റെ അടുക്കൽ കണ്ണിങ്ങനെ ഇരിക്കുന്നു സകല എണ്ണത്തിൻ്റെ ഇടയിൽ ഞാൻ പോയി പ്രസംഗിക്കുകയാണ്. കപ്പലെ യാത്ര ചെയ്ത് ദീപാന്തരം പോയി പ്രസംഗിക്കുകയാണ്. കടലിൻ്റെ അതിർത്തികളെ ഭേദിച്ച് ഒരു ഭാഗത്തുനിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോയി പ്രസംഗിക്കുകയാണ്. ഇന്ന ഭാഷക്കാരില്ല, എല്ലായിടത്തും പോയി പ്രസംഗിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്? കാരണം യേശുവിൻ്റെ കുരിശിലെ പ്രവൃത്തിക്കകത്ത് ഉൾപ്പെടാത്ത ഒരു മനുഷ്യനില്ല. പക്ഷേ ആ പ്രവൃത്തി എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടില്ല. ആ പ്രവൃത്തി എല്ലാവരും അറിയത്തക്ക തരത്തിൽ എല്ലാവരെയും അറിയിക്കുന്നതാണ് സുവിശേഷീകരണം. കരമടിച്ചൊന്ന് കർത്താവിനെ സ്തുതിച്ചേ. എത്ര പേർക്ക് മനസ്സിലായി? പൗലോസ് ഓടി നടന്ന് പറയുക, ആൾക്കാരോട് ഓടി, നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തിയിരിക്കുക. ഇതറിഞ്ഞാലേ ഇതിൻ്റെ ഫലം പുറത്തു വരികയുള്ളൂ. ഇതാ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ഇതറിഞ്ഞാലേ ഇതിൻ്റെ ഫലം പുറത്തു വരികയുള്ളൂ. ഏതിൻ്റെ ഫലം? വിശുദ്ധൻ്റെ ഫലം, നിഷ്കളങ്കതയുടെ ഫലം, കുറ്റമില്ലാത്തവൻ്റെ ഫലം പുറത്തു വരണമെങ്കിൽ ആദ്യമേ നിങ്ങൾ അറിയണം, വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായിട്ട് എന്നെ നിർത്തിയിരിക്കുകയാണ്. ഇതറിഞ്ഞാലേ വിശുദ്ധിയുടെ ഫലം പുറത്തു വരൂ, നിഷ്കളങ്കതയുടെ ഫലം പുറത്തു വരൂ, കുറ്റമില്ലാത്തതിൻ്റെ ഫലം പുറത്തു വരൂ. അപ്പൊ അതിനുവേണ്ടി ആദ്യമേ ഈ അറിവകത്തേക്ക് കയറ്റുക. ഞാൻ അവന്റെ മുമ്പാകെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ല. പൗലോസ് ഇത് അറിഞ്ഞപ്പോഴേ പൗലോസിന് മനസ്സിലായി, ഈ മെസ്സേജിനകത്ത് ഉൾപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല, ഈ പ്രവർത്തിക്കകത്ത് ഉൾപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല. കാരണം യേശു കുരിശിൽ മരിച്ചത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, യേശു കുരിശിൽ മരിച്ചത് മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയുമാണ്. കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്യും. യേശു കുരിശിൽ മരിച്ചത് മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയാണ്. യേശു കുരിശിൽ മരിച്ചത് മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയാണ് എങ്കിൽ, ഹല്ലേലൂയ, പൗലോസ് പറയും, ആകാശത്തിന്റെ കീഴിലുള്ള സകല സൃഷ്ടികളുടെ ഇടയിൽ ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുക. ആകാശത്തിന്റെ കീഴിലുള്ള സകല സൃഷ്ടികളുടെ ഇടയിൽ ഞങ്ങൾ പ്രസംഗിച്ചും കൊണ്ട് ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുമിരിക്കുന്ന, അതാ രണ്ടാമത്തെ ഭാഗം. ഞങ്ങൾ ഘോഷിച്ചും നിങ്ങൾ കേട്ടുമിരിക്കുന്ന. ഒന്ന് കരമുയർത്തി പറയാമോ? നല്ല രസം അത് രണ്ടും. ഒന്ന്, ഞങ്ങൾ ഘോഷിച്ചും നിങ്ങൾ കേട്ടു. ഞങ്ങൾ ഘോഷിച്ചും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം. ഒന്ന് പറഞ്ഞു, ഞങ്ങൾ ഘോഷിച്ചും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം. നിങ്ങളെ നയിക്കുന്ന എങ്ങോട്ടാ? ഞങ്ങൾ ഘോഷിച്ചും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷം എന്തുവാ? നിങ്ങളെ അവന്റെ മുമ്പാകെ. ഒന്ന് പറഞ്ഞേ. ഏറ്റവും വലിയ വെല്ലുവിളി എന്നാന്നറിയോ? ആരുടെ മുമ്പാകെയും വിശുദ്ധനും നിഷ്കളങ്കനും ആന്നൊക്കെ പറഞ്ഞ് പറ്റിക്കാം. പക്ഷേ ഈ ദൈവത്തിന്റെ മുമ്പാകെ വിശുദ്ധനും നിഷ്കളങ്കനുമാണെന്നൊന്നും പറഞ്ഞ് ആരെയും പറ്റിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. കേട്ടവർക്കായി സ്തോത്രം.
സകലത്തെയും കാണുന്ന ദൈവത്തിന്റെ മുമ്പാകെ. ഒന്ന് ചേർന്ന് പറഞ്ഞേ, സകലത്തെയും കാണുന്ന ദൈവത്തിന്റെ മുമ്പാകെ. വിശുദ്ധനാണെന്നൊന്നും പറഞ്ഞ് ആർക്കും ആരെയും പറ്റിക്കാൻ പറ്റുകയില്ല. പക്ഷെ അവിടെ തന്നെ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് തന്നെ, ഹല്ലേലൂയ, അവിടെയാ ഏറ്റവും പാട് നിൽക്കാൻ. കാരണം അന്തരീന്ദ്രിയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവം ഉൾപ്പൂവുകളെ അറിയുന്നു, ഹൃദയാന്തർഭാഗത്തെ വിവേചിക്കുന്നു, അകക്കാമ്പുകളെ അറിയുന്നു. അവിടെയാണ് വിശുദ്ധനും നിഷ്കളങ്കനുമായിട്ട് നിൽക്കാൻ ഏറ്റവും പാട്. വിശുദ്ധിയിൽ ഭയങ്കരനായ ദൈവത്തിന് മുമ്പാകെ, ഞാൻ വിശുദ്ധനായിരിക്കയാൽ നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ എന്ന് പറഞ്ഞ ദൈവത്തിന് മുമ്പാകെ. അവിടെയാണ് വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് നിൽക്കാൻ ഏറ്റവും പാട്. പക്ഷെ അവിടെ തന്നെയാ നമ്മെ നിർത്തിയിരിക്കുന്നേ, അവിടെ തന്നെയാ നമ്മെ നിർത്തിയിരിക്കുന്നേ. എത്ര പേർക്ക് മനസ്സിലാകുന്ന ഞാൻ പറയുന്നേ? ഒന്ന് മിണ്ടിക്കേ, ഹല്ലേലൂയ. ഏറ്റവും പാടുള്ള സ്ഥലത്ത് ഏറ്റവും ഉറപ്പോടെ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമാക്കി നിർത്തിയിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുക, ഞാൻ ഓടി നടന്ന് ഞാനിത് ഘോഷിക്കുക, നിങ്ങൾ കേട്ടുമിരിക്കുന്ന ഈ സുവിശേഷം, ഹല്ലേലൂയ, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാത്തവരും അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരത. 3 കാര്യമാണ്. ഇളകരുത്, ഒന്ന് പറഞ്ഞ് ഇളകരുത്, അടിസ്ഥാനപ്പെട്ടവരാകുക, 3 സ്ഥിരത എന്ന് പറഞ്ഞ് ഇന്ന് പറയുന്ന കാര്യം തന്നെ നാളെയും പറയുക. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വന്ന് ഇത് കേട്ടപ്പോൾ ഇത് പറഞ്ഞു വെച്ചു വീട്ടിൽ പോയി, നാളെ അതവിടെ ചെന്ന് വെച്ച് കേട്ടപ്പം അത് പറഞ്ഞു വെച്ചു വീട്ടിൽ പോയി. ഈ പരിപാടി പറ്റുകയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? എവിടെ പറയുന്നോ അതിൻ്റെ അകത്ത് സ്ഥിരത ഉണ്ടാകണം. ഹല്ലേലൂയ. അതാ നിങ്ങൾ ഈ വിശ്വസിക്കുന്ന കാര്യത്തെ സ്ഥിരത. ഒന്ന് പറഞ്ഞ് ഇളകാത്തവര്. എല്ലാ മക്കളും ഒന്ന് പറഞ്ഞ് ഇളകാത്തവര്, അടിസ്ഥാനപ്പെട്ടവര്, വിശ്വസിക്കുന്ന കാര്യത്തിൽ സ്ഥിരതയുള്ളവര്. ആ പദം ഒന്ന് പറഞ്ഞ് സ്വീകരിച്ച സ്ഥിരത, സ്ഥിരത, സ്ഥിരത. ഇന്ന് പറഞ്ഞു ഞാൻ കുറ്റമില്ലാത്ത ആളാ, നാളെ ആണോ? ആയിരിക്കും ആണെന്ന് തോന്നുന്നു. അയ്യോ, ഇന്നലെ ചന്തയിൽ പോയപ്പോൾ എവിടാ നിൽക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു സൂപ്പർ മാർക്കറ്റ് നിൽക്കുകയാണ്. ശരിക്കും നിന്നത് ബസ് സ്റ്റാൻഡിലായിരുന്നു. അയ്യോ, എല്ലാം പോയി, ആണ്ട കിടക്കുന്നു. ഞാൻ പിന്നെ സ്ഥിരത നഷ്ടപ്പെട്ടവനെ. നോ, ഹല്ലേലൂയ. ഇത് യേശു തൻ്റെ ശരീരത്തിൽ ചെയ്തതാ പ്രിയരെ. അതിന്റെ റിസൾട്ടാ നിങ്ങളും ഞാനും ആയിരിക്കുന്നേ. കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. അതാ വാക്യത്തിന്റെ ആ ഘടന നോക്കൂ, ആ ശൈലി നോക്കൂ. അടിസ്ഥാനവും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്ന് കൊണ്ടാൽ അങ്ങനെ തന്നെ അവന്റെ മുമ്പിൽ നിൽക്കൂ. ഹല്ലേലൂയ. നിർത്തിയിരിക്കുക അങ്ങനെ. എന്നിട്ട് പറയുക, ഈ കാര്യത്തിൽ സ്ഥിരത ഏറ്റെടുക്കണം. എങ്ങനെയാ നിർത്തിയിരിക്കുന്നത്? മേളത്തെ വാക്യം എന്നോട് ചേർന്നൊന്ന് പറഞ്ഞേ, അറിയാവുന്നവരൊന്ന് പറഞ്ഞേ. 22-ാമത്തെ വാക്യം, വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനും. ചേർന്ന് കരമുയർത്തി പറ, വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനും. എന്നിട്ട് പറയുക, ഈ കാര്യത്തിൽ സ്ഥിരതയുള്ളവനും അടിസ്ഥാനപ്പെട്ടവനും ഇളകാത്തവനുമായി നിന്നാൽ അവന്റെ മുമ്പാകെ ഇങ്ങനെ തന്നെ നിൽക്കും. എങ്ങനെ തന്നെ നിൽക്കും? വിശുദ്ധനായിട്ടും നിഷ്കളങ്കനായിട്ടും കുറ്റമില്ലാത്തവനായിട്ടും നിൽക്കും. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ആർത്ത് വിളിച്ച് കർത്താവിനെ സ്തുതിച്ചോ. യെസ്, പുറകിൽ ഈ വചനം എത്ര പേർക്ക് വ്യാപിക്കുന്നു? സൗരങ്ങളെ തുടങ്ങിക്കോ. ഈ വലിയ പദ്ധതി ദൈവത്തിനുണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിക്കോ. ഈ വലിയ പദ്ധതി ദൈവത്തിനുണ്ടെന്ന് അറിഞ്ഞു തുടങ്ങിക്കോ. ഏത് പദ്ധതിയാന്ന് അറിയുക. എന്നെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായി നിർത്തിയിരിക്കുന്നു. ഇതിനകത്തുനിന്ന് ഞാൻ ഇളകത്തില്ല. എത്ര പേര് പറയും ഞാൻ ഇതിനകത്ത് ഇളകത്തില്ല? ഒരനുരഞ്ജനത്തിനും തയ്യാറല്ല. ഒന്ന് ചേർന്ന് പറഞ്ഞ് സ്വീകരിക്കാൻ തുടങ്ങി. വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായി. ആവർത്തിച്ച് പറഞ്ഞു, വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായി എന്നെ നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ദൈവത്തെ സ്തുതിക്കാൻ പോവാ. ഞാൻ അങ്ങനെ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കാൻ പോവാ. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സൗരങ്ങളെ, ഇതാണ് എന്റെയും നിങ്ങളുടെയും യേശുവിലുള്ള പൊസിഷൻ. ഇതിന് കാരണമായത് വേറെ ഒന്നുമല്ല. യേശു തൻ്റെ ജഡശരീരത്തിൽ, ഞാൻ ആ പദം പിന്നെ ആവർത്തിച്ച് പറയാം, യേശു തൻ്റെ ജഡശരീരത്തിൽ ചെയ്ത പ്രവൃത്തി മാത്രമാണ് ഇതിന് കാരണം. There is no other reason, only one reason, that is the death
on the cross for our sins. വേറെ ഒരു കാരണവുമില്ല. അയ്യോ, ഇന്ന് അശുദ്ധനാന്ന് പറഞ്ഞ് മാറി നടത്തെല്ലാം വിശുദ്ധനാന്ന് പറഞ്ഞ് കേറുന്നില്ല. കുറ്റം ആരോപിച്ച് ഒതുക്കപ്പെട്ടിടത്തെല്ലാം കുറ്റം മാറിയവനായിട്ട് കേറുന്നില്ല. ഹല്ലേലൂയ. കളങ്കരഹിതനായിട്ട് കയറി നിൽക്കാനുള്ള അധികാരം ഇന്ന് യേശുവിന്റെ നാമത്തിൽ നമുക്ക് തന്നിരിക്കുക. പ്രിയരെ, നമ്മെ യേശു ക്രൂശിൽ അങ്ങനെ ആക്കിയിരിക്കുന്നു. ഉറപ്പുള്ളവരാർത്ത് വിളിച്ച കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കോ. ഉറപ്പുള്ളവരാർത്ത് വിളിച്ച കർത്താവിനെ തുടങ്ങട്ടെ. ഞാനതിൻ്റെ അവസാന ഭാഗം കൂടെ പറയട്ടെ. നിങ്ങൾ ഇത് തയ്യാറായി കഴിഞ്ഞോ? ഇത് വചനത്തിന്റെ പൂർണ്ണത കേൾക്കാനായിട്ട് തയ്യാറായി കഴിഞ്ഞവരൊന്ന് കരമുയർത്തി കാണിച്ച്. താങ്ക് യു. ഈ വാക്യത്തിലേക്ക് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ വരികയാണ്. പ്രധാനപ്പെട്ട ഈ വാക്യം നമ്മൾ ഇപ്പോൾ കൂടുതൽ ലിസൺ ചെയ്യുന്നത് ഈ 22-ാമത്തെ വാക്യമാണ്. ഓക്കെ, ഈ നിരപ്പിച്ചു എന്നൊരു പദം ഉണ്ടല്ലോ ഇവിടെ. അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പൊ ഈ 3 ഭാഗങ്ങള് തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണം, തൻ്റെ ജഡശരീരം, തൻ്റെ മരണം. ഈ 2 പദം ഒന്ന് പറഞ്ഞ്, തൻ്റെ എന്ന് പറയുന്ന 2 പദം ഒന്ന് പറഞ്ഞ്. തൻ്റെ ജഡശരീരം, യേശുവിൻ്റെ ജഡശരീരം, യേശുവിൻ്റെ മരണം. ആവർത്തിച്ചൊന്ന് പറഞ്ഞ്, യേശുവിൻ്റെ ജഡശരീരം, യേശുവിൻ്റെ മരണം. ഈ യേശുവിൻ്റെ ജഡശരീരവും യേശുവിൻ്റെ മരണവും അതിൻ്റെ റിസൾട്ടാണ് നിരപ്പ്. ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കണോ? യേശുവിൻ്റെ ജഡശരീരത്തിൻ്റെയും യേശുവിൻ്റെ മരണത്തിൻ്റെയും മറുപടിയാണ്, ഉത്തരമാണ് എന്ത്? ഈക്വാലിറ്റി, നിരപ്പ്. ഓ ഹല്ലേലൂയ. ഒന്നുകൂടെ മിണ്ടിക്കേ, ഹല്ലേലൂയ. യേശുവിൻ്റെ മരണത്തിൻ്റെയും യേശുവിൻ്റെ മരണത്തിൻ്റെയും യേശുവിൻ്റെ ജഡത്തിൻ്റെയും തൻ്റെ ജഡത്തിൻ്റെയും തൻ്റെ മരണത്തിൻ്റെയും ഉത്തരമാണ് നിരപ്പ്. ആ നിരപ്പെന്ന് പറഞ്ഞാൽ എന്നതാ? നിരപ്പെന്ന് പറഞ്ഞാൽ എന്നാ? ഒരേപോലെ, ഈക്വലായി. ഒന്ന് പറഞ്ഞേ, തുല്യമായി. ആ പദം എല്ലാവരും ഒന്ന് പറഞ്ഞേ, തുല്യമായി എന്ന് പറഞ്ഞാൽ ഇത് നേരത്തെ താന്നു കിടക്കുകയും ഇത് ഉയർന്നു നിൽക്കുകയായിരുന്നു. ഇത് ആരുടെ തട്ട? ദൈവത്തിൻ്റെ തട്ട. ദൈവം ആരാ? വിശുദ്ധൻ, നിഷ്കളങ്കൻ, കുറ്റമില്ലാത്തവൻ. ഞാൻ ആരാ? അശുദ്ധൻ, കുറ്റമുള്ളവൻ, നിഷ്കളങ്കതയില്ലാത്തവൻ. ഇപ്പം ഈ തട്ടിലേക്ക് എന്തും കൂടെ വീണു? യേശുവിൻ്റെ ജഡശരീരവും അവിടുത്തെ മരണവും കൂടെ വീണപ്പോ ഈ തട്ട് പൊങ്ങി, ഇതിനോട് ചേർന്നായി. അതിന്റെ പേരാ നിരപ്പ്. കിട്ടി. എത്ര പേർക്ക് കിട്ടി? കമോൺ. എത്ര പേർക്ക് ലഭിച്ചു? ഇല്ലില്ല, ഒന്നുകൂടെ പറയാം. മനുഷ്യന്റെ തട്ട് താഴ്ന്നും ദൈവത്തിന്റെ തട്ട് ഉയർന്നും നിന്നിരുന്നു. മനുഷ്യന്റെ തട്ട് താഴാൻ കാര്യം, മനുഷ്യൻ അശുദ്ധൻ, മനുഷ്യൻ കുറ്റമുള്ളവൻ, മനുഷ്യൻ നിഷ്കളങ്കതയില്ലാത്തവൻ. ദൈവത്തിന്റെ തട്ട് ഉയരാൻ കാര്യം, ദൈവം വിശുദ്ധൻ, ദൈവം നിഷ്കളങ്കൻ, ദൈവം കുറ്റമില്ലാത്തവൻ. എന്നാൽ മനുഷ്യന്റെ തട്ട് ദൈവത്തിന്റെ തട്ടോട് ഉയരേണ്ടതിന് യേശു വന്ന് തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ ഈ തട്ടിനെ ഉയർത്തി. എന്നിട്ട് ഇപ്പൊ പറയാ, ദൈവം എന്താണോ അത് തന്നെ മനുഷ്യനും കിട്ടിയേക്കുന്നേ. ദൈവം എന്താണോ അത് തന്നെ മനുഷ്യനും കൊടുത്തേക്കുന്നേ. ദൈവത്തിന് എന്തുണ്ടോ അത് തന്നെ മനുഷ്യനും കൊടുത്തേക്കുന്നേ. ഓ ഹല്ലേലൂയ. ദൈവം തന്നെ നോക്കി പറയുന്നു വിശുദ്ധൻ. അതേ ദൈവം എന്നെ നിങ്ങളെ നോക്കി പറയുന്നു വിശുദ്ധർ. ദൈവം തന്നെ നോക്കി പറയുന്നു കുറ്റമില്ലാത്തവൻ. അതേ ദൈവം നമ്മെ നോക്കി പറയുന്നു കുറ്റമില്ലാത്തവർ. അങ്ങനെയാ നിർത്തിയേക്കുന്നേ. ഓ, അങ്ങനെ നിൽക്കുന്നവർക്കായി സ്തോത്രം. ഇതിനകത്തുനിന്ന് ഞാൻ ഇളകത്തില്ല. എത്ര പേര് പറയൂ, ഇതിനകത്തുനിന്ന് ഞാൻ ഇളകത്തില്ല. ഇതിനകത്തുനിന്ന് എന്നാ വന്നാൽ, എന്നാ സംഭവിച്ചാൽ, ഹല്ലേലൂയ, ലോകം മുഴുവൻ നീ അങ്ങനല്ല. ഈ വാക്യം നോക്ക്, ആ വാക്യം നോക്ക്, ആ വാക്യത്തിന്റെ അവസാനം നോക്ക്, ഈ വാക്യത്തിന്റെ ആരംഭം നോക്ക്. നീ അങ്ങനല്ലെന്ന് പറഞ്ഞാലും
ഇന്ന് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ അധനം തുറന്ന് വിളിച്ചു പറയണം, ഞാൻ ഇതാണ്, വചനം ഇത് പറയുന്നു. വചനം എന്നോട് പറയുന്നു, തൻ്റെ ക്രൂശ് മരണത്താൽ യേശു തൻ്റെ ജഡത്തിൽ എന്നെ തന്നോട് നിരപ്പിച്ചിരിക്കുന്നു. ഞാൻ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായിരിക്കുന്നു. ആവർത്തിച്ച് പറയുക, ഞാൻ വിശുദ്ധനും, ഓ വിശുദ്ധനും. ആവർത്തിച്ച് പറഞ്ഞ് സ്വീകരിക്കുക, ഞാൻ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായി. ഒരിക്കൽ കൂടെ, ഞാൻ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനും. ആവർത്തിച്ച് പറയുക, ഞാൻ വിശുദ്ധനും. വിശുദ്ധന്മാരുടെ സ്തോത്രം കേൾക്കട്ടെ, വിശുദ്ധന്മാരുടെ കൈകൾ കാണട്ടെ. ഞാനായോ 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 ഞാനായതല്ല, യേശു എന്നെ ആക്കിയതാണ്. ഞാനോ? അതെ ഞാൻ തന്നെ. ഞാനോ? അതെ ഞാൻ തന്നെ. ഞാൻ എങ്ങനെ ആയെന്ന് ഇതുവരെ കേട്ടെ. യേശു തൻ്റെ മരണത്താൽ എന്നെ അങ്ങനെ ആക്കി. ഓ, എത്ര പേര് പറയും യേശു യേശു തന്റെ മരണത്താൽ എന്നെ അങ്ങനെ ആക്കി. ഇന്ന് ഞാൻ അതാണ്, ഞാൻ ആയതല്ല, എന്നെ ആക്കിയതാ. ഇതാ കൊല്ലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ വിശുദ്ധനായതല്ല. ആവർത്തിച്ച് പറഞ്ഞു, സ്വീകരിച്ചോ. യേശുവേ, തുടങ്ങട്ടെ തുടങ്ങട്ടെ. ഇന്ന് ഓരോ മക്കളുടെ ഉള്ളിലും ആ ജയം തുടങ്ങട്ടെ. യേശു. ഇന്ന് വിശുദ്ധന്റെ മുഴുവൻ അവകാശം എടുത്ത് ഉപയോഗിക്കണം. ഒരെണ്ണം പോലും കുറയ്ക്കരുത്. വിശുദ്ധന് സൗഖ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അനുഭവിച്ചേ പറ്റും. വിശുദ്ധന് ദിവ്യ ആരോഗ്യം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അനുഭവിച്ചേ പറ്റും. വിശുദ്ധന് നന്മ വീട്ടിൽ വരുമെങ്കിൽ മുടക്കം കൂടാതെ വന്നേ പറ്റൂ. അടച്ചു വെച്ച സകല വാതിലുകൾ തുറക്കപ്പെട്ടേ പറ്റൂ. വിശുദ്ധന് നല്ല വരുമാനം ഉണ്ടെങ്കിൽ എത്ര പേര് വരും? യേശുവിന്റെ നാമത്തിൽ ആരംഭിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ തുടങ്ങട്ടെ. വിശുദ്ധന് ഉയർച്ചയുണ്ടെങ്കിൽ, വിശുദ്ധന് ഉയർച്ചയുണ്ടെങ്കിൽ അതെനിക്ക് വന്നേ പറ്റൂ. അതെനിക്ക് വന്നേ പറ്റൂ. കാരണം യേശു കുരിശിൽ മരിച്ചത് കുഞ്ഞുകളിയല്ല. യേശു കുരിശിൽ മരിച്ചത് കുഞ്ഞുകാര്യമല്ല. തന്റെ ജഡശരീരത്തിൽ എനിക്കൊപ്പമായത് കുഞ്ഞുകാര്യമല്ല. ഓഹോ, എന്നതാ അത്? അറിയാവുന്നവര് പറ, എന്നതാ അത്? യേശു കുരിശിൽ മരിച്ചപ്പോൾ എന്നെ അവന്റെ ഒപ്പം, അവന്റെ ഒപ്പം, അവിടുത്തെ ഒപ്പം, അതേപോലെ അതേ വിശുദ്ധിയില്, അതേ വിശുദ്ധിയില്, അതേ വിശുദ്ധിയില്, അതേ നിറവില്, അതേ കൃപയില്, അതേ അഭിഷേകത്തില് സ്തുതിക്കാൻ തുടങ്ങിക്കോ. നന്ദി പറഞ്ഞു. അപ്പാ, യേശുവേ, വിളിച്ചു വിളിച്ച് യേശുവേ വിളിച്ചോണ്ട്. ഓഹോ, ഇതെന്താ അറിയോ? ഇതെന്താ അറിയോ? ഒരു കാര്യം പറയട്ടെ. ഇതെന്താ അറിയോ? ഇതൊരു തിരിച്ചറിവാണ്. ഇതൊരു തിരിച്ചറിവാണ്. എത്ര പേര് പറയും ഞാൻ ഇതിൻ്റെ അകത്ത് നളകത്തില്ല? എത്ര പേര് അങ്ങനെ പറയും ഞാൻ ഇതിൻ്റെ അകത്ത് നളകത്തില്ല? അടുത്തിരിക്കുന്ന ആളോട് പറ, ഇതിനകത്ത് സ്ഥിരത നിന്നോണമെന്ന് പറ. സ്ഥിരത വേണമെന്ന് പറ. ഇതുവരെ കൈ കൊടുക്കാത്തവരൊക്കെ കൈ കൊടുത്ത് പറഞ്ഞ് സ്ഥിരതയിൽ ഇതിൻ്റെ അകത്ത് നിന്നോണമെന്ന് പറ. ഈ ഉറപ്പിൽ നിന്നോണം. ഈ ഉറപ്പിൽ നിന്നോണം. ഹല്ലേലൂയ. എന്നെ വന്നാൽ ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയേക്കില്ല. ലോകം മുഴുവൻ കിഴുമേ മറിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾ പോവല്ലേ? യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് നിന്ന് ഉറച്ചു നിന്നോണം. ഒന്നുകൂടെ പറഞ്ഞേ, സ്ഥിരത വേണം. ഇതിനകത്ത് സ്ഥിരത വേണം. ഏത് കാര്യത്തിലാ?
ഏത് കാര്യത്തിലാ? ഞാൻ വിശുദ്ധനാണെന്നുള്ള ഉറക്കെ പറ. ഏത് കാര്യത്തിലാ സ്ഥിരത വേണ്ടേ? ഞാൻ നിഷ്കളങ്കനാണെന്നുള്ള കാര്യത്തിൽ. ഏത് കാര്യത്തിലാ സ്ഥിരത വേണ്ടേ? ഞാൻ കുറ്റമില്ലാത്തവനായി. ഒന്ന് പറഞ്ഞേ. ഏത് കാര്യത്തിലാ സ്ഥിരത വേണ്ടേ? ഏത് കാര്യത്തിലാ സ്ഥിരത വേണ്ടേ? വിശ്വാസത്തിൽ. ഏത് വിശ്വാസം? വിശുദ്ധൻ. വിശുദ്ധൻ, കുറ്റമില്ലാത്തവൻ, നിഷ്കളങ്കൻ. ആഹാ, പിന്നല്ല. ഈ കാര്യത്തിൽ എന്നാ വേണം? സ്ഥിരത വേണം. ഇന്നിത് പറഞ്ഞേച്ച് നാളെ വേറൊന്നും പറയില്ലേ? ഭാവിയാടേ ഭാവിയാടേ ഇടിച്ചോ, ഇങ്ങനെ പറഞ്ഞു. നിഷ്കളങ്കനാക്കിയേ, വിശുദ്ധനാക്കിയേ എന്നെ കാരണം അതാണ് സത്യം. ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കാമേ. ഞാൻ അവിടുത്തെ മുമ്പാകെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനും നിൽക്കേണ്ടതിന് എന്നെ അങ്ങനെ നിർത്തണം. എന്നെ അങ്ങനെ നിർത്തി. എന്നെ അങ്ങനെ നിർത്തണം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദത്തിന്റെ അർത്ഥം എന്നാ അറിയോ? ഒരു തരത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് മാറിപ്പോവും. അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്തി. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇംഗ്ലീഷിലെ അവിടെയും ബാക്കി 7 ഇടത്തും ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന ടു പ്രസന്റ് യു, presenting something. Jesus is presenting us in front of the Father, holy, unblameable, unreprovable. This is the responsibility of Jesus. യേശുവിന്റെ ഉത്തരവാദിത്തമാണ്. ഒന്ന് പറഞ്ഞു, യേശുവിന്റെ ഉത്തരവാദിത്തമാണ്. ആമേൻ. എന്നെ വിശുദ്ധനും പറ എന്നെ അങ്ങനെ എന്ത് ചെയ്യണം? ദൈവത്തിന് മുമ്പാകെ പ്രസന്റ് ചെയ്യുക എന്നുള്ളത് എന്താ? യേശുവിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, കർത്താവിന്റെ ഉത്തരവാദിത്തം. ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞു, യേശുവിന്റെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അതിൻ്റെ അകത്താണ് നമ്മൾ നിൽക്കുന്നത്. ഓ ജീസസ്. എവിടെയാണെന്നറിയോ? യേശുവിന്റെ ഹൃദയം തകരുന്ന എവിടെയാണെന്നറിയോ? കർത്താവിന് എപ്പോഴും വലിയ വേദന ഉണ്ടാകുന്നതെന്നറിയോ? ഇവനെ വിശുദ്ധനാക്കാൻ വേണ്ടി, എന്നെ വിശുദ്ധനാക്കാൻ വേണ്ടി, എന്നെ കുറ്റമില്ലാത്തവനും നിഷ്കളങ്കനും കളങ്കരഹിതനുമാക്കാൻ വേണ്ടി എല്ലാം ചെയ്തു വെച്ചേച്ചിട്ട് ഞാനിപ്പോഴും താഴെ നിന്ന് പറയാ, കാര്യമൊക്കെ ശരിയാ, യേശു ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ പാപിയാന്ന് പറഞ്ഞില്ലേ, എനിക്കൊരു സുഖമില്ല. ഇത് പറയുമ്പോ യേശുവിന്റെ മനസ്സ് തകരുന്നു, ഹൃദയം തകരുന്നു. എന്നാൽ ഇന്ന് ഒരാൾ ഇവിടെ നിന്നുണ്ട്, ഈ ഹോളിൽ നിന്നുകൊണ്ട് ഒരാള്, ഒത്തിരി പേരൊന്നും വേണ്ട, ഒരാള് കർത്താവേ അങ്ങയുടെ മുമ്പാകെ എന്നെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമാക്കി എന്നെ നിർത്തിയിരിക്കുന്നതിന് നന്ദി എന്നൊരാൾ അധരം തുറന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ മഹാസന്തോഷമുണ്ടാകും, മഹാനന്ദം ഉണ്ടാകും. എത്ര പേര് ഇന്ന് രാത്രി ഇപ്പൊ ഈ പകൽ പറയും? എത്ര പേര് പറയും? കമോൺ, എല്ലാ കരങ്ങളും ഉയർത്തി ഒന്ന് പറഞ്ഞേ, എന്നെ 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 ആവർത്തിച്ച് പറയുക, എന്നെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനും. ആവർത്തിച്ച് പറയുക, എന്നെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനും ആയി നിർത്തേണ്ടതിന് യേശു തന്റെ മരണത്താൽ എന്നെ എന്നോട് നിരപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവർത്തിച്ച് കരമുയർത്തി പറയുക, യേശു തന്റെ മരണത്താൽ എന്നെ തന്നോട് നിരപ്പിച്ചതുകൊണ്ട് ഞാൻ അവിടുത്തെ മുമ്പാകെ വിശുദ്ധനും നിഷ്കളങ്കനും കുറ്റമില്ലാത്തവനുമായി നിൽക്കുകയാണ്. യേശുവേ ആരാധന. കരമുയർത്തി ചേർത്തടിച്ച് യേശുവിന് ആരാധന, കരമടിച്ച് യേശുവിന് ആരാധന. ശക്തിയോടെ കർത്താവിനെ സ്തുതിക്കും. അയ്യോ, ഇതിനകത്ത് ഞാൻ 3 പദം കൂടി ഒന്ന് വായിക്കാം. 23-ാമത്തെ വാക്യം ഒന്ന് വരട്ടെ മോനെ സ്ക്രീനിൽ. 23-ാമത്തെ വാക്യം, ക്ലോസിയർ 1:23-ാമത്തെ വാക്യം. ആ വാക്യം കൂടെ ഒന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ദയവായിട്ട് ആ വാക്യം കൂടെ ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കൂ. ഇളകരുത് പറയുക, ഇതിനകത്ത് ഇളകരുത്. ഇളകല്ല പ്ലീസ് ചേച്ചി, ഇളകല്ല. ബിജു ബ്രദറെ ദയവ് ഇതിൻ്റെ അകത്ത് ഇളകരുത്. തോമസ് ബ്രദറെ, കാര്യം എല്ലാം നല്ലതാണ്,
എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, പക്ഷെ ഇത് വലിയ സ്നേഹത്തോടെ പറയുക, ഇളകരുത്. കേട്ടല്ലോ അന്വേഷിച്ചാ ഇതിൻ്റെ അകത്ത് ഇളകരുത്. ഇതിൻ്റെ അകത്ത് ഇളകാതെ ഇതിനകത്ത് എന്നാ ചെയ്യണം? അടിസ്ഥാനപ്പെട്ടവരാകുന്ന എങ്ങനെയാ? ഇത് തന്നെ കേൾക്കണം. ഏത് തന്നെ കേൾക്കണം? ആ ആ ആ ഇത് പുതിയ കാര്യമല്ല. ലേഖനം തുടങ്ങുമ്പോഴേ കൊളോസിയിലുള്ള വിശുദ്ധന്മാർക്ക്, എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക്, കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക്, ഫിലിപ്പിയയിലുള്ള വിശുദ്ധന്മാർക്ക്, തെസ്സലോനിക്കയിലുള്ള വിശുദ്ധന്മാർക്ക്, പറഞ്ഞേ വിശുദ്ധന്മാർക്ക്. വിശുദ്ധന്മാർക്ക്. അയ്യോ, അവിടെ അപ്പൊ ആരും അശുദ്ധരില്ലായിരുന്നു. വിശുദ്ധന്മാരെന്ന് എഴുതി തുടങ്ങിയിട്ട് കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം, കൊരിന്തിലുള്ള വിശുദ്ധന്മാർക്ക് വന്ദനം. താഴോട്ട് വായിക്കും പറയുക, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് കേൾക്കുന്നല്ലോ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ ഉണ്ടെന്ന് കേൾക്കുന്നല്ലോ, അപ്പന്റെ ഭാര്യയെ രണ്ടാനമ്മയെ ഭാര്യയായി വെച്ചുകൊള്ളുന്നവൻ നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് കേൾക്കുന്നല്ലോ, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുകയാന്ന് കേൾക്കുന്നല്ലോ. ആ അപ്പൊ ഇതെങ്ങനെയാ പറ്റുന്നത്? ഇതെങ്ങനെയാ പറ്റുന്നത്? വിശുദ്ധനെന്ന് വിളിച്ചിട്ട് ഇവിടെയാ നമ്മൾ കൺഫ്യൂസ്ഡ് ആകുന്നത്. പിന്നെ ഈ കാണുന്നതൊക്കെ എന്നാ? അവിടെ ആ പറഞ്ഞതൊക്കെ എന്നാ? അപ്പൊ ഇതൊക്കെ ഉള്ളവരെ എങ്ങനെയാ വിശുദ്ധരെന്ന് വിളിക്കുന്നത്? അതാ നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. എനിക്ക് ഇച്ചിരി നുണവർച്ചിലുണ്ട്, എനിക്ക് ഇച്ചിരി അസൂയൊക്കെ മനസ്സിലുണ്ടാകാറുണ്ട്. അപ്പൊ ഈ ഞാൻ വിശുദ്ധനാന്ന് എത്ര പറയിപ്പിച്ചാലും പറയുമ്പോ എനിക്ക് തന്നെ എന്നോട് തന്നെ എന്തോ തോന്നുക, എനിക്ക് തന്നെ എന്നോട് തന്നെ എന്ത് തോന്നുക? ഓ, ഇത് പറയുന്നത് ശരിയാണോ 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 എന്ന് തോന്നുക. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ അറിയുക, നിങ്ങൾ എന്നേലും ചെയ്ത് വിശുദ്ധരാണെങ്കിൽ എന്നേലും ചെയ്യാതിരിക്കുമ്പം അത് പോകാൻ സാധ്യതയുണ്ട്. മനസ്സിലാവുന്നോ? ഹലോ, നിങ്ങൾ എന്നേലും ചെയ്ത് വിശുദ്ധരായതാണെങ്കിൽ ആ പ്രവൃത്തി ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങൾ അശുദ്ധരാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്തിട്ടല്ല, യേശു എല്ലാം ചെയ്തുകൊണ്ട് നാം വിശുദ്ധരായതാണ്. ഓ, ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് മിണ്ടിക്കേ ആമേൻ. ഓ ജീസസ്, എൻ്റെ കർത്താവേ, ഇതൊരു വലിയ വലിയ തിരിച്ചറിവാണ്. ഇന്ന് ഈ വാഴ്ച തുടങ്ങട്ടെ ഓരോ മക്കളും, ഇന്ന് ഈ വാഴ്ച തുടങ്ങട്ടെ ഓരോ മക്കളും. ഞാൻ ഇതിൻ്റെ അകത്ത് ഇളകത്തില്ല. എത്ര പേര് പറയും അടിസ്ഥാനപ്പെട്ടവരായിട്ട്, ഇതിനകത്ത് സ്ഥിരതയുള്ളവരായിട്ട്, വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ, ഈ കാര്യത്തിൽ നിലനിൽക്കണം. നിലനിന്നുകൊണ്ടാൽ നിങ്ങൾ എന്താണോ, അതാ അടുത്ത് പറയുന്നത്, അങ്ങനെ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ. എങ്ങനെ? മേളി പറഞ്ഞു, എങ്ങനെ? നിങ്ങൾ എങ്ങനെ ആക്കിയിരിക്കുന്നു? പറ. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും. എന്നിട്ട് പറയാ ഇതിൻ്റെ അകത്ത് എന്നാ ചെയ്യേ? ഇളകല്ലേ. പിന്നെ പറയും എന്നാ ഇത്, എന്നാ പറയാ? സ്ഥിരത. പിന്നെ പറയും എന്നാ? അടിസ്ഥാനപ്പെട്ടവരായിട്ട് നിന്നാല് നിങ്ങൾ അവന്റെ മുമ്പാകെ അങ്ങനെ. എങ്ങനെ? എങ്ങനെ ആക്കിയിരിക്കുന്നു? അതുപോലെ. അങ്ങനെ എങ്ങനെ ആക്കിയിരിക്കുന്നു? ഉറക്കെ പറ. വിശുദ്ധനാക്കിയിരിക്കുന്നു, നിഷ്കളങ്കനാക്കിയിരിക്കുന്നു. അങ്ങനെ ആക്കാൻ വേണ്ടി എന്നാ ചെയ്തു? ഒന്നും ചെയ്തില്ല. നമ്മളൊന്നും ചെയ്തില്ല. യേശു എന്നാ ചെയ്തു? തന്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഏതാ? വിശുദ്ധവും നിഷ്കളങ്കവും കുറ്റമില്ലാത്തതുമായ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ എന്നെ കൊണ്ടുവന്നു. അതിനുവേണ്ടി എന്നാ ചെയ്തു? അതിന് ഏറ്റവും എളുപ്പ വഴി യേശു നോക്കിയപ്പോൾ ഒറ്റ കാര്യം ചെയ്തു. അവൻ എൻ്റെ തലയായി, ഞാൻ അവന്റെ ശരീരമായി. ഒന്ന് ചേർന്ന് പറഞ്ഞേ. ഓ, ഞാൻ ആ വാക്യം കൂടെ ഒന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി റെഫറൻസ് ഒന്ന് ഇടാം. ജസ്റ്റ് നിങ്ങൾ പിന്നെ പോയി വായിച്ചാൽ മതി. ഇപ്പോൾ അത് വായിക്കണമെന്നില്ല. ക്ലോസർക്ക് എഴുതിയ ലേഖനം തന്നെ 18-ാമത്തെ വാക്യം. ക്ലോസർ 1:18. അവൻ യേശു സഭ എന്ന ശരീരത്തിന് തലയും. കണ്ടോ? ശരീരത്തിന്റെ തല. അവൻ തലയായപ്പം നമ്മൾ ആരായി? ശരീരമായി. ആ ശരീരവേദ ശരീരമാണ്. ആ ശരീരവേദ ശരീരം യേശുവിന്റെ ശരീരം. ആ യേശുവിന്റെ ശരീരം എങ്ങനെയാ? വിശുദ്ധരും നിഷ്കളങ്കവും കുറ്റമില്ലാത്തത്. ഒന്ന് ആവർത്തിച്ച് പറഞ്ഞു. വിശുദ്ധം, നിഷ്കളങ്കം, കുറ്റമില്ലാത്ത. ആവർത്തിച്ച് ഒന്നുകൂടെ പറയുക. വിശുദ്ധം. അയ്യോ, ഇന്നത് ഒരു നിമിഷം കണ്ണു നടച്ചേ.
നിങ്ങളെ തന്നെ ഒന്ന് കണ്ടേ, ഒന്ന് കണ്ടേ, ശാന്തമായിട്ട്. ലൈവിൽ ഈ സമയത്ത് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന ടൈം സോൺ ഏതായിക്കോട്ടെ, നിങ്ങൾ കാണുന്ന രാജ്യം ഏതായിക്കോട്ടെ, ഈ സമയത്ത് പ്ലീസ് എൻ്റെ കൂടെ കണ്ണടയ്ക്കും. നമുക്ക് ഒരുമിച്ച് ഈ വചനത്തിലേക്ക് നടക്കാം. നിങ്ങളുടെ ഈ പൊസിഷൻ ഒന്ന് കണ്ടേ, നമ്മുടെ ഈ പൊസിഷൻ ഒന്ന് കണ്ടേ, നമ്മെ ആക്കി മാറ്റിയിരിക്കുന്ന ഈ വലിയ പദവിയും സ്ഥലവും ഒന്ന് കണ്ടേ. തല മുതൽ പാദം വരെ അശുദ്ധിയുടെ ഒരു കണിക പോലും അവശേഷിക്കാതെ നമ്മെ വിശുദ്ധരാക്കിയിരിക്കുന്ന ഒന്ന് കണ്ടേ. എല്ലാ മക്കളും അത് കണ്ടേ. നെഞ്ചോട് കൈ ചേർത്ത് വെച്ചു. എൻ്റെ യേശുവേ, ഞാനിതാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഞാനിതാണെന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ തന്നെ, 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 ഇപ്പോൾ തന്നെ. എല്ലാവരും വിശുദ്ധ കൈകളെ ഒന്ന് കണ്ടാട്ടെ. എൻ്റെ കണ്ണുകളെ വിശുദ്ധീകരിച്ചതിന് നന്ദി എന്നൊന്ന് പറഞ്ഞു. എൻ്റെ നാവിനെ വിശുദ്ധീകരിച്ചതിന് നന്ദി എന്ന് പറഞ്ഞു. നിഷ്കളങ്കമായ ഒരു ഹൃദയം എനിക്ക് തന്നതിന് നന്ദി എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, അപരാധിയായി എന്നെ ഒരു കുറ്റവും ഇല്ലാത്തവനാക്കി നിർത്തി തന്നോട് നരപ്പിച്ചതിനായിട്ട് നന്ദി എന്ന് പറഞ്ഞു. ഓ ജീസസ്, നമ്മൾ ചോദിച്ചത് ഒരല്പം സ്നേഹമാണ്, പക്ഷെ യേശു തന്നത് അവിടുത്തെ ജീവനാണ്. ഒരല്പം സ്നേഹം ചോദിച്ചപ്പോ ജീവനല്ലേ നീ തന്നത്. അല്പം സ്നേഹം ചോദിച്ചപ്പോ ജീവനല്ലേ നീ തന്നത്. മഹസ്നേഹമല്ലേ നീ, ഓ നിത്യ സ്നേഹമല്ലേ നീ, മഹസ്നേഹമല്ലേ നീ, നിത്യ സ്നേഹമല്ലേ നീ. അല്പം സ്നേഹം ചോദിച്ചപ്പോ ജീവനല്ലേ നീ തന്നത്. അല്പം സ്നേഹം ചോദിച്ചപ്പോ ജീവനല്ലേ നീ തന്നത്. സ്വർഗത്തിലെ മുഴുവൻ ആത്മീയ അനുഗ്രഹങ്ങളുടെ അവകാശിയായി മാറാൻ, രക്ഷയുടെ അവകാശിയായി മാറാൻ, നീതീകരണത്തിന്റെ അവകാശിയായി മാറാൻ, വിശുദ്ധീകരണത്തിന്റെ അവകാശിയായി മാറാൻ, മഹത്വീകരണത്തിന്റെ അവകാശിയായി മാറാൻ, തേജസ്കരണത്തിന്റെ അവകാശിയായി മാറാൻ, ദൈവത്തിന്റെ മുഴുവൻ കൃപാവരങ്ങളുടെയും അവകാശിയായി മാറാൻ, നന്മകളുടെ അവകാശിയായി മാറാൻ, ദൈവാനുഗ്രഹത്തിന്റെ മുഴുവൻ അവകാശിയായി മാറാൻ എന്നെ നിങ്ങളെയും ഒരു ശരീരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. ആ ശരീരത്തിന്റെ തലയായി യേശു മാറിയിരിക്കുന്നു. ഉള്ളം തന്നുവാത്തിൻ്റെ ഉള്ളം കയ്യിൽ താങ്ങുന്നോരേ, എന്നും കൂടെയുള്ളതിനാ
അല്പം സ്നേഹം ചോദിച്ചപ്പോൾ അല്പം സ്നേഹം ചോദിച്ചപ്പോ നിൻ ജീവനല്ല നീ തന്നത്. അല്പം സ്നേഹം അല്പം സ്നേഹം ചോദിച്ചപ്പോ നിൻ ജീവനല്ല നീ തന്നത്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ സമയത്ത് ഈ പരിജ്ഞാനത്തിലേക്ക് എന്നോടൊപ്പം ലോകമെമ്പാടും നടന്നു കയറുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഓരോ വീടുകളിലും ഓരോ വ്യക്തികളിലും ഈ പരിജ്ഞാനത്തിന്റെ സുബോധം വ്യാപരിക്കട്ടെ. ഈ പരിജ്ഞാനത്തിന്റെ സുബോധം വ്യാപരിക്കട്ടെ. എനിക്കറിയാം ഈ സമയത്ത് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളെ കൺവിൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ ക്രൂശു മരണത്തിൽ എന്നാ സംഭവിച്ചതെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, അവിടെ ഞങ്ങളുടെ തലവര മാറ്റിയല്ലോ, അവിടെ ഞങ്ങളുടെ ചരിത്രം മാറ്റിയല്ലോ, അശുദ്ധരായിരുന്ന ഞങ്ങളെ വിശുദ്ധന്മാരുടെ നടുവിൽ അവകാശം തന്നല്ലോ. ഓ ഹല്ലേലൂയ! ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് വിശുദ്ധന്മാരുടെ ഇടയിൽ അവകാശം തന്ന് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തെ ഞങ്ങളെ ആക്കി വെച്ചതിനായിട്ട് നന്ദി. എന്നൊക്കെ വന്നാൽ ഇതിനകത്ത് ഇളകാതെ നിൽക്കാനുള്ള കൃപ തന്നതിനായിട്ട് നന്ദി. ഇതിനകത്ത് അടിസ്ഥാനപ്പെടാൻ കൃപ തന്നതിന് നന്ദി. ഇതിനകത്ത് സ്ഥിരത കാണിക്കാൻ കൃപ തന്നതിന്, ഈ സത്യത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായിട്ട് അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അതിഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പകർന്നിരിക്കുന്നതിനായിട്ട് നീ വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളും യേശുവിൻ നാമത്തിൽ ഈ വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. വിശുദ്ധീകരിക്കപ്പെട്ട കാര്യം അറിയട്ടെ. വലിയ പരിജ്ഞാനത്തിനായിട്ട് നന്ദി. എനിക്കറിയാം ഓരോ വീടുകളിലും ഇപ്പോൾ അവിടുത്തെ വചനത്തിന്റെ ശക്തി അയച്ചുകൊണ്ടിരിക്കുക. മുറികൾക്കകത്തേക്ക് ഇത് വ്യാപരിക്കട്ടെ. വ്യക്തികൾ ഇത് നിമിത്തം സൗഖ്യമാവട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾ പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇളകരുത്, സ്ഥിരതയുള്ളവരാകണം, അടിസ്ഥാനപ്പെട്ടവരാകണം. ഇതിൽ നിലനിന്നാൽ എന്ത് നമ്മളാണോ അങ്ങനെ തന്നെ നമ്മുടെ കർത്താവിന് മുമ്പാകെ അനുദിനം നിൽപ്പാൻ നാം ഇടവരും. എന്താണ് നാം? വിശുദ്ധർ, നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ. വിശുദ്ധർ, നിഷ്കളങ്കർ, കുറ്റമില്ലാത്തവർ. കരമടിച്ച യേശുവിന് ആരാധന കൊടുക്കുക. ഇരിക്കുമ്പോ സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാം വേഗത്തിൽ എഴുന്നേറ്റാട്ടെ. ഇപ്പൊ എനിക്ക് സൗഖ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന മക്കൾ വേഗത്തിൽ എഴുന്നേറ്റാട്ടെ. സൗരങ്ങളെ, ഇത് നിങ്ങളുടെ സമയമാണ്. ഈ സമയത്ത് നിർണായകമായ യേശുവിൻ്റെ സ്പർശനം ശരീരങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാനസികമായി തയ്യാറാകണം. കാരണം യേശു കുരിശിൽ മരിച്ചത് നമ്മുടെ സകല രോഗങ്ങളെയും വഹിച്ചുകൊണ്ടാണ്. വചനം ഇങ്ങനെ പറയുന്നു, അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ചേർന്നൊന്ന് പറഞ്ഞു, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഒന്നുകൂടി ആവർത്തിച്ച് പറയുക, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ സമയത്ത് ഈ എഴുന്നേറ്റ് നിൽക്കുന്ന മക്കൾ ഓരോരുത്തരും രോഗങ്ങളെ തിരസ്കരിക്കുക, സൗഖ്യങ്ങളെ സ്വീകരിക്കുക. രോഗത്തെ തിരസ്കരിക്കുന്നത്, ഹേ രോഗമേ, ഞാൻ ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞു, ഇനി എൻ്റെ മേൽ വാഴുവാൻ നിനക്ക് അധികാരമില്ല, ഇറങ്ങി മാറുക എന്ന് പറഞ്ഞുകൊണ്ട് രോഗങ്ങളെ തുരത്തുക. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ഉറപ്പോടെ വിളിച്ചു പറയുക, യേശുവിൻ്റെ ജീവന്റെ സമൃദ്ധിയെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ ജീവന്റെ സമൃദ്ധിയെ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു. ആവർത്തിച്ച് പറയുക. നിങ്ങൾ രോഗികളെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരെ പ്രാർത്ഥിക്കുവാൻ സഹായിക്കുക. അവരോടൊപ്പം നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് വൻ സൗഖ്യങ്ങൾ വ്യാപിക്കട്ടെ. ഓരോ ശരീരങ്ങളും യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ സൗഖ്യമാവട്ടെ, സൗഖ്യമാവട്ടെ. അടിപ്പിണരാനുള്ള അത്ഭുത സൗഖ്യം ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിക്കട്ടെ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വ്യാപിക്കട്ടെ. ഏറ്റവും പുറകിൽ മുതൽ ഏറ്റവും മുമ്പിൽ വരെ രോഗികൾ സൗഖ്യമാവട്ടെ. ജീവന്റെ ശക്തിയുടെ വലിയ വ്യാപാരം ഇന്നതിന്റെ നടുവിൽ വ്യാപരിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ടീഷർട്ട് ഇട്ട് ഈ ബ്രദറിനെ വിളിച്ച്, അദ്ദേഹത്തെ വിളിച്ച് ഇങ്ങോട്ട് വരുമോ ബ്രദർ? എന്നാ പേര്? ബെന്നി. ബെന്നി, ബെന്നി എവിടുന്ന വരുന്നു? കൊല്ലത്തുനിന്ന് വരുന്നു. ബെന്നി യേശു സ്പർശിക്കുന്നു. ബെന്നിയുടെ മേലെ യേശുവിന്റെ സ്പർശനം നടക്കുന്നു. ജീസസ്. ബെന്നി, സർവശക്തൻ നിന്നെ തൊടുന്നു മകനെ, എനിക്കറിയാൻ കഴിയുന്നു. ഓ ബെന്നി, ആദ്യമായിട്ടാണോ വരണേ? അല്ല, ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ?
ഞാൻ വന്നിട്ടുണ്ട് ഏ? ദുബായിൽ. ദുബായ് വെച്ച് മീറ്റിംഗിന് മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ വന്നപ്പോൾ വന്നു. ബെനി, നിശ്ചയമുള്ള ഒരു കാര്യം പറയട്ടെ. ഈ ലെഫ്റ്റ് സൈഡിൽ ഈ ഇടത്തെ വശത്ത് ഇവിടെ ഞാൻ ഈ കൈവക്കുന്ന സ്പോട്ട് കാണുന്നുണ്ട്. ഇവിടെ ഹെരണിയ പോലെ ബൾജ് ചെയ്ത് പുറത്തേക്ക് നിൽക്കുന്ന ഞാൻ കാണും. ഒരു ബലൂണ് വീർപ്പിക്കുമ്പോൾ എങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നു അതുപോലെ നിൽക്കുന്ന ഞാൻ കാണും. യേശു അവിടെ തൊടുന്നു. എന്നെ തൊടിച്ച് ആ സ്പോട്ട് ഒന്ന് തൊടിച്ച് ഇതാ ഒന്ന് സ്വീകരിക്കുന്നു ഈ സൗഖ്യത്തെ. തീർച്ചയായിട്ടും യേശുവേ, ഇതിനു വേണ്ടിയാ വന്നേ? ഈ സൗഖ്യത്തിന് വേണ്ടിയാണോ വന്നേ? സ്വീകരിച്ചു. ആ, യേശുവേ എന്ന് വിളിച്ചു. യേശുവേ എന്ന് വിളിച്ചു. ഇപ്പോൾ തന്നെ നാഥ, ശക്തി ഒന്ന് ഇറങ്ങട്ടെ. ജീസസ്, ശക്തി ഒന്ന് ഇറങ്ങട്ടെ. ശക്തി ഒന്ന് ഇറങ്ങട്ടെ. ജീവന്റെ 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 ശക്തി ഒന്ന് ഇറങ്ങട്ടെ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശു. ഓ അയ്യോ, ഈ ബെന്നിയുടെ മേലെ യേശുവിന്റെ ശക്തി ഇറങ്ങുന്നുണ്ട്. എല്ലാരും കൈനീട്ടിക്കോ ഇങ്ങോട്ട്. വലിയ കൃപയായിട്ട് അത് വ്യാപരിക്കുന്നുണ്ട്. വലിയ ശക്തിയായിട്ട് അത് ഇറങ്ങുന്നുണ്ട്. ഈ മകൻ ഭയങ്കരമായിട്ട് അത് വിശ്വസിക്കുന്നു. ഇവന് വേണ്ടി അത് വ്യാപിക്കുന്നു. യേശുവിൻ നാമത്തിൽ. കുഞ്ഞുങ്ങളില്ലെന്നാ പറഞ്ഞല്ലേ? കുഞ്ഞുങ്ങളില്ല. 11 വർഷമായി. എന്തിയാ, വൈഫ് വന്നിട്ടുണ്ടോ? ആ, വിളിച്ചോണ്ട് വാ. സൗരി ഓടി വാ. അത്ഭുതത്തെ കൊണ്ട് ഇന്ന് പോയാൽ മതി. മിറാക്കിളും കൊണ്ട് പോയാൽ മതി. ജീസസ്, മിറാക്കിളും കൊണ്ട് പോയാൽ മതി. 11 വർഷമായി. യേശുവേ, ഒരു വലിയ അത്ഭുതം ഇന്ന് വീട്ടിൽ സംഭവിക്കട്ടെ. ഒരു വലിയ അത്ഭുതം ഇന്ന് വീട്ടിൽ സംഭവിക്കട്ടെ. ഈ മകളുടെ നിരാശ ഇന്നൊന്ന് അഴിയട്ടെ. സങ്കടക്കടലിൽ നീ മകളെ ഒന്ന് രക്ഷിക്കണമേ. സങ്കടക്കടലിൽ നീ മകളെ ഒന്ന് രക്ഷിക്കണമേ. ഈ സമയത്ത് വിശുദ്ധയായിട്ട്, നിഷ്കളങ്കയായിട്ട്, കുറ്റമില്ലാത്തവളായിട്ട് ഈ മകളെ നിർത്തിയിരിക്കുന്ന കൊണ്ട് ഇനി രോഗത്തിന് ഈ മകളുടെ മേൽ ഇരിക്കാൻ അധികാരമില്ല. വിട്ടുമാറി. ഒരു സൗഖ്യമായിക്കൊണ്ടിരിക്കുക. വയറിലോട്ട് കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു. സൗഖ്യമായിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ വ്യാപാരം, യേശുവിന്റെ ശക്തിയുടെ വ്യാപാരം. ഈ മകന്റെ മേൽ യേശുവിന്റെ ശക്തി അടിക്കുന്നു. അവര് സൗഖ്യമായിക്കൊണ്ടിരിക്കുക. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവർ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ. ഇയാളുടെ മേൽ നിന്നോ ബാധ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇയാൾ രക്ഷപ്പെടുന്നുണ്ട്. ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന് അത്ഭുതം നടക്കുന്നുണ്ട്. ഇയാളുടെ ശരീരം മുഴുവൻ യേശുവിന്റെ മാത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുക. രക്തത്തിൽ യേശുവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുക. ബ്ലഡിൽ യേശുവിന്റെ സ്പർശനം നടന്നുകൊണ്ടിരിക്കുക. ബ്ലഡിലുള്ള ഹീറ്റ് ഇപ്പൊ സൗഖ്യമായിക്കൊണ്ടിരിക്കുക. ഹോർമോണുകളെ യേശു സ്പർശിച്ചുകൊണ്ടിരിക്കുക. ശക്തി ഇറങ്ങട്ടെ. ശക്തി ഇറങ്ങട്ടെ. ആള് മാറിയവനെ പോലെ ആവട്ടെ. ആള് മാറിയവനെ പോലെ ആവട്ടെ. യേശുവിന്റെ നാമത്തില്. സൗര ബെന്നി, ഇങ്ങോട്ട് നോക്കിയേ. നിങ്ങളുടെ ഇവിടെയാ കർത്താവ് തൊടുന്ന ഞാൻ കണ്ടേ. ഇവിടെ എവിടെയാ? ആ സ്പോട്ടം നിന്നെ തൊടിയിച്ചേ. ഇവിടെയാ? അതാ ഞാൻ കണ്ടു വിളിച്ചേ. എന്റെ സൗര, അവിടെ അതിനെ കർത്താവ് വലിച്ചഴിച്ചു കളഞ്ഞു. ഒരു ബലൂണ് കാറ്റ് ഊതുമ്പോ വീർക്കുന്ന പോലെ അല്ലേ? ബലൂണ് കാറ്റ് ഊതുമ്പോ വീർക്കുന്ന പോലെ. അതെ. ജീസസ് അതിനെ കാറ്റ് ഊതി വിട്ടു. ഇപ്പൊ ആ കട്ടി അവിടെ ഇല്ല. നിങ്ങൾക്ക് നോക്കാം. ഞാൻ പറയുന്നതാണെന്ന് നോക്കാം. ഇല്ല. ശരിക്കും ഇല്ല. നല്ലാണ്ട് നോക്ക. ഇല്ല. പോയി. അകത്തോട് നോക്കി. ഇല്ല. പോയി. കരമടിച്ചോ യേശുവിന് ആരാധന. ജീസസ്. ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. 3 ഹോസ്പിറ്റലുകൾ കുഞ്ഞിനെ ദത്തെടുത്തോ എന്ന് പറഞ്ഞ സമയത്താണ്
കർത്താവ് 2 മക്കളെ തന്ന് അനുഗ്രഹിച്ചു. ഇന്ന് ഞങ്ങളുടെ സാക്ഷ്യം വെച്ച് ഉറപ്പിച്ച് പറയുവാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുടുംബം കൊച്ചുമായിട്ട് വന്നേ. 10 വർഷം അല്ലേ? 10 വർഷമായിട്ട് കഴിഞ്ഞ ആഴ്ച ഇവിടെ പ്രാർത്ഥിക്കാൻ ഞായറാഴ്ച ഞാൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ അടുക്കൽ ബ്രദർ പേരിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന്. 10 വർഷമായിട്ട്. നിങ്ങൾ 11 അല്ലേ? ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു, കർത്താവ് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തന്നു. നിന്ന് ആ ഉറപ്പ് വെച്ച് ഞാൻ പറയുക, മക്കളിങ്ങ് വരട്ടെ, ഒരു 3-4 എണ്ണം ഇങ്ങ് വരട്ടെ അല്ലേ, എടുത്ത് മടുക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഓ ഹല്ലേലൂയ. ഓ ഈ സഹോദരനെ കർത്താവ് സ്പർശിക്കുന്നു. വിറഞ്ഞു വന്നേ, ഇവിടെ നെഞ്ചില്, ഇവിടെ ഈ സ്പോട്ടില് ഇവിടെ ആ നെഞ്ചിനെ ആ സ്പോട്ടില് യേശുവിന്റെ സ്പർശനം കിട്ടുന്നുണ്ട്. യേശുവിന്റെ സ്പർശനം കിട്ടുന്നുണ്ട്. ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ, ഒന്ന് വിളിച്ചോ. ഒരു വിളി, ഒരു വിളി, ഒരു വിളി, ഒറ്റ വിളി മതി, ഒറ്റ വിളി മതി. അത്ഭുതമാ, അത്ഭുതമാ. ഓ the power of Jesus. ഓ യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി നെഞ്ചിലേക്ക് വ്യാപിക്കുന്നു, നെഞ്ചിലേക്ക് വ്യാപിക്കുന്നു. ഓ ഈ മനുഷ്യനെ നെഞ്ചിലേക്ക്, നെഞ്ചിലേക്ക്, ആ നെഞ്ചിലൊന്ന് കൈവച്ചു, ആ നെഞ്ചിലേക്ക് ഒന്ന് കൈവച്ചു. അതിനകത്ത് യേശുവിന്റെ ശക്തി ഇറങ്ങിക്കൊണ്ടിരിക്കുക, പവർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. പവർ, 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 സൂപ്പർ പവർ ഇൻ ജീസസ് നെയിം. Super power, super power, super power. The name of Jesus. The name of Jesus. The name of Jesus. In the name of Jesus. സൗഖ്യത്തിന്റെ അഭിഷേകം അങ്ങോട്ട് വ്യാപിക്കട്ടെ. സൗഖ്യത്തിന്റെ സൗഖ്യത്തിന്റെ അഭിഷേകം അങ്ങോട്ട് വ്യാപിക്കട്ടെ. സൗഖ്യത്തിന്റെ അഭിഷേകം അങ്ങോട്ട് വ്യാപിക്കട്ടെ. എന്റെ മകൻ ഇന്ന് ഇവിടെ വെച്ച് സൗഖ്യമാവട്ടെ. എന്നാ പേര് ബ്രദറെ? എൻ്റെ ഒരു മൈക്കിൾ. മൈക്കിൾ മൈക്കിൾ ആന്റണി. മൈക്കിൾ ആന്റണി, മൈക്കിൾ ആന്റണി. ഇതെന്നെ പറ്റിയെന്നാ? ഇതെങ്ങനെ ഉണ്ടായത്? ഹാർട്ട് ബ്ലോക്ക് വന്നായിരുന്നു. ബ്ലോക്കാണ്. അബുദാബിയിൽ നിന്ന് ചികിത്സയ്ക്ക് വന്ന? ഓ അവിടെ ചികിത്സ എടുത്തൊരു തുടർ ചികിത്സയ്ക്ക് ഇവിടെ വന്ന? ഓ എൻ്റെ ദൈവമേ, ഇത് എത്ര ബ്ലോക്ക് ഉണ്ട്? 2 ബ്ലോക്ക്. ഓ സൗര, നിങ്ങൾ അവിടെ നിന്നപ്പോൾ ചെസ്റ്റിൽ യേശുവിന്റെ സ്പർശനം നടക്കുന്ന കണ്ടതാ ഇങ്ങോട്ട് വിളിച്ചത്. ഈ മകൻ അബുദാബിയിൽ നിന്ന് ഈ സൗഖ്യത്തിനായിട്ട് വന്നല്ലോ. നമുക്കൊന്ന് കരമടിച്ചൊന്ന് കർത്താവിനെ സ്തോത്രം ചെയ്യും. ഓ ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ മുതൽ ഇവിടെ സൗഖ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുക. യേശുവേ എന്ന് വിളിക്കാൻ തുടങ്ങുക, നാമത്തെ വിളിക്കാൻ തുടങ്ങുക ഈ സമയത്ത് തന്നെ. ഓ ജീവന്റെ കൃപ, ജീവന്റെ കൃപ, ജീവന്റെ കൃപ, ജീവന്റെ കൃപ, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി. 2 ബ്ലോക്കുകളെയും കർത്താവ് എടുത്തു കളയും. ഒന്നല്ല, 2 ബ്ലോക്കുകളെയും കർത്താവ് ഇപ്പൊ എടുത്തു കളഞ്ഞു. ആർത്ത് വിളിച്ചൊന്ന് കരമടിച്ച് കർത്താവിന് സ്തോത്രം. ഒരാമേൻ പറഞ്ഞേ. ആമേനൊന്ന് ഈടെയായിട്ട് പറയുന്നേ. ആമേൻ ആവർത്തിച്ചൊന്ന് പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. സഹോദര, നിങ്ങൾ അത്ഭുതകരമായിട്ട് സൗഖ്യമായിരിക്കും. മിടുക്കനായിട്ട് തുള്ളിച്ചാടി വീട്ടിൽ പൊക്കളാൻ പറയുന്നത്. അബുദാബിയിൽ എവിടായിരുന്നു? അബുദാബിയിൽ എവിടായിരുന്നു? അബുദാബി മുസഫ. മുസഫയിൽ എവിടെ? മുസഫയിൽ ആയിക്കാട്. സൗഖ്യത്തിന്റെ അഭിഷേകം. 3 ദിവസം മുമ്പ് നമ്മുടെ അബുദാബിയിലെ മീറ്റിംഗ് ആയിരുന്നു. ജീവന്റെ ശക്തി നിങ്ങളെ വ്യാപിച്ചിരിക്കുന്നു. ഓ കരമടിച്ചൊന്ന് യേശുവിനെ ഒന്നുകൂടെ സ്തോത്രം. യേശു നിങ്ങളെ തൊടുന്നുണ്ട്. കർത്താവിന്റെ സ്പർശനം ഇവിടെ നടക്കുന്നു. ഇവരുടെ കാൽ മുട്ടിനെ യേശു സ്പർശിക്കുന്നുണ്ട്. എനിക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് കാണാൻ പറ്റും. ഈ കാൽ മുട്ടിലേക്ക് യേശുവിന്റെ സ്പർശനം നടക്കുന്നുണ്ട്. Lord, the name of Jesus, the name of Jesus, oh Jesus, oh Jesus, the name of Jesus, name of Jesus. In സൗഖ്യമാണ്. ഒറ്റ കാര്യം പറയുന്നില്ല, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. ജീവന്റെ ശക്തി ഇവിടെ വ്യാപിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ് മകളെ തൊട്ടുകൊണ്ടിരിക്കുക.
ജീസസ് 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 ജീസസ്. ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ. ശക്തി, മഹാശക്തി, മഹാശക്തി ഇറങ്ങണം. മകൾ അത്ഭുതകരമായി ജീവനെ സ്വീകരിക്കുക. ഭയങ്കരമാണ് കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അമ്മ ഇതന്നെ പറ്റിയത്, ഇതന്നെ പറ്റിയത്, ഇതന്നെ പോട്ടെ. രണ്ടു മുട്ടും നടക്കാൻ പറ്റില്ല, പെയിൻ ഉണ്ട്. എങ്ങനെ ഉണ്ടായത് അതറിയില്ല. റിട്ടയർ ചെയ്ത പിറ്റേ ദിവസം വന്ന. എവിടെയായിരുന്നു അമ്മ വർക്ക് ചെയ്തത്? ദൂരദർശൻ. ഇങ്ങനെ കസേര എടുക്കുന്നുണ്ട്, ഇരിക്കല്ലേ കേട്ടോ, ഇരിക്കല്ലേ, പുറകെ കസേരയില്ലേ. യേശുവേ, ഈ സമയത്ത് കാലിലേക്ക് അങ്ങയുടെ ശക്തി ഇറങ്ങട്ടെ, കാലിലേക്ക് അങ്ങയുടെ ശക്തി ഇറങ്ങട്ടെ. ജീവന്റെ വലിയ വ്യാപാരം ഈ സമയത്തൊന്ന് ഇറങ്ങട്ടെ. അസാധ്യതകളില്ലാത്ത ദൈവത്തിന്റെ പുത്ര, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ, ഈ അമ്മയ്ക്ക് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റുന്നില്ല. പാവം വല്ലാതെ അസ്വസ്ഥപ്പെടുക. ഈ സമയത്ത് ശക്തി ഇറങ്ങി വരട്ടെ, ശക്തി ഇറങ്ങി വരട്ടെ, ശക്തി ഇറങ്ങി വരട്ടെ, ശക്തി ഇറങ്ങി വരട്ടെ. ജീവന്റെ ശക്തി ഇറങ്ങി വരട്ടെ. കാൽമുട്ടുകളിലേക്ക് യേശുവിന്റെ ശക്തി ഇറങ്ങട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ശക്തി എല്ലാവർക്കും കൈനീട്ടിക്കൊണ്ടൊന്ന് സ്തോത്രം ചെയ്യാം. യേശുവേ, കുരിശിലെടുത്ത മഹാവിജയം, കുരിശിലെടുത്ത മഹാവിജയം, കുരിശിലെടുത്ത മഹാവിജയം, കുരിശിലെടുത്ത മഹാവിജയം ഒന്ന് വ്യാപിക്കട്ടെ, ഒന്ന് വ്യാപിക്കട്ടെ. കുരിശിലെടുത്ത മഹാവിജയം, കുരിശിലെടുത്ത മഹാവിജയം. ജോസച്ച, കേസുകൾക്ക്, പോലീസ് കേസുകൾക്കകത്ത് കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകൾക്കെതിരെ പ്രാർത്ഥിക്കാൻ കർത്താവ് നിയോഗം തരുന്നു. ഇപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്തു. കേസുകളിൽ ഇതുവരെ എത്ര നാളായി ബ്രദറെ കേസ് ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷെ ഒന്ന് കഴിയുമ്പോൾ ഒന്നും തരത്തിൽ അത് മുറുകി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയുന്ന കേസുകൾക്കകത്ത് ഒടിയും കിടക്കുന്ന കുടുംബങ്ങളൊന്ന് കരമുയർത്തി എഴുന്നേറ്റ് വന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് നിയോഗം തരുന്നു. കുടുംബങ്ങൾ അങ്ങനെയുള്ളത് വിടുവിക്കപ്പെടുന്നു. കേസുകൾ കർത്താവ് എഴുതി തള്ളുന്നു യേശുവിൻ്റെ നാമത്തിൽ. കർത്താവ്, ഈ സമയത്ത് ഈ അമ്മയുടെ മേൽ ജീവന്റെ സമൃദ്ധി അങ്ങ് അയക്കുന്നതിനായിട്ട് നന്ദി, ജീവന്റെ സമൃദ്ധി അങ്ങ് അയക്കുന്നതിനായിട്ട് നന്ദി. ഈ കാലുകളിലേക്ക് ശക്തിയും ബലവും ഇറങ്ങി വന്നതിനായിട്ട് നന്ദി. ഈ കാലുകളിലേക്ക് ശക്തിയും ബലവും അവിടുന്ന് അയച്ചതിനായിട്ട് നന്ദി. ശക്തിയും ബലവും അവിടുന്ന് അയച്ചതിനായിട്ട് നന്ദി. യേശുവിൻ്റെ ശക്തിയും ബലവും 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 അയച്ചതിനായിട്ട് നന്ദി. യേശുവിൻ്റെ ഉറപ്പ് പകർന്നിരിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ ഉറപ്പ് പകർന്നിരിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ ഉറപ്പ് പകർന്നിരിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ ധൈര്യം പകർന്നിരിക്കുന്നതിനായിട്ട് നന്ദി. യേശുവിൻ്റെ ഉറപ്പ് പകർന്നിരിക്കുന്നതിനായിട്ട് നന്ദി. കുരിശിലെടുത്ത വിജയം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കുരിശിലെടുത്ത വിജയം വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കുരിശിലെടുത്ത വിജയം. കഴിഞ്ഞു എഴുന്നേറ്റോ അമ്മ, എഴുന്നേറ്റോ, മിടുക്കിയാടിങ്ങ് എഴുന്നേറ്റോ. ചുമ്മാ എഴുന്നേറ്റോ. കർത്താവിന്റെ ശക്തിയാണ് വന്നിരിക്കുന്നത്. വാ യേശു അതോട്ട് കർത്താവിന്റെ ശക്തിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. മിടുക്കിയായിട്ട് വാ, മിടുക്കിയായിട്ട് വാ, മിടുക്കിയായിട്ട് വാ. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയാണ് വന്നിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശക്തിയാണ് വന്നിരിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയെ വന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയെ വന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയെ വന്നിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയെ വന്നിരിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനെ അമ്മയെ തൊട്ടു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇനിയുണ്ടല്ലോ അനേക രോഗികളുടെ അടുത്ത് പോയി, ഇവിടെ നോക്കി, അനേക രോഗികളുടെ അടുത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കേണ്ട ആളാ കേട്ടോ. അതിനുവേണ്ടിയാ കർത്താവ് ഈ സൗഖ്യം തന്നിരിക്കുന്നത്. എന്തിനാണ് കർത്താവ് സൗഖ്യം തന്നെ? അനേകരെ സുഖപ്പെടുത്താൻ. ഉറപ്പാ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. സൗഖ്യങ്ങളെ സ്വീകരിക്കുക. ചേച്ചി, സൗഖ്യത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി വ്യാപിക്കുന്നു. എന്നെ പറ്റിയതാ?
വായിക്കകത്താണ്, വായിക്കകത്താണ്, വായിക്കകത്താണ്. ആ ഇവിടെ ഇതാ. ഫിസിഷ്യനെ കാണിച്ചപ്പോൾ പറഞ്ഞ സർജനെ കാണിച്ചു. ബയോപ്സിക്ക് വിട്ടിരിക്കുക ഇപ്പം. ബ്രദറിന്റെ പ്രയറിന് ഓടിയിട്ടേ പോകുന്നുള്ളൂ. വായിക്കാത്ത നാവിനകത്ത നമുക്കൊന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്യും. എന്നാ നമ്മുടെ പേര്? ലിസി. ഒരുമിച്ച് ഒന്ന് കൈ നീട്ടിക്കുക. എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്ത്. കർത്താവേ, കുരിശേൽ അങ്ങെടുത്ത വിജയത്തെ ഞങ്ങൾ ഒരുമിച്ച് സ്തോത്രം ചെയ്യുന്നു. കുരിശേല് കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നു, കർത്താവിന്റെ ശക്തി ഇറങ്ങുന്നു, യേശുവിന്റെ ജീവൻ ഇറങ്ങുന്നു. ഓ ജീസസ്, ജീസസ്, ജീസസ്. കരിച്ചു കളയുക, കരിച്ചു കളയുക, കരിച്ചു കളയുക, കരിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. കാണുക, കാണുക. Power. There is power in the name of Jesus. യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്. അത് വ്യാപിക്കട്ടെ. എല്ലാവരും കൈ നീട്ടിക്കൊണ്ട് സ്തോത്രം ചെയ്തോ. വലിയ അത്ഭുതം നടന്നുകൊണ്ടിരിക്കുക. കുരിശിൽ യേശു എടുത്ത വലിയ വിജയം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. വായിക്കകത്തുനിന്ന് ആ കട്ടി ഇപ്പൊ തന്നെ അപ്രത്യക്ഷമാവട്ടെ, അപ്രത്യക്ഷമാവട്ടെ. അത് ഒരു ബയോപ്സിക്ക് അയക്കുമ്പോൾ ഒരു ദോഷം അതിൻ്റെ അകത്ത് ഇല്ലെന്ന് മാത്രമല്ല, ബയോപ്സിക്ക് അയക്കാനൊന്നും അതിൻ്റെ അത് കാണരുത്. യേശുവിൻ്റെ നാമത്തിൽ അത് അപ്രത്യക്ഷമായതിനായിട്ട് നന്ദി, അത് അപ്രത്യക്ഷമായതിനായിട്ട് നന്ദി. ഞാൻ ഇപ്പോഴേ അതിനു വേണ്ടി സ്തോത്രം ചെയ്യുന്നു. അയ്യോ, ഇപ്പോഴും ഒരു ദൈവശക്തി പുറപ്പെടുന്നുണ്ട്. ഇപ്പോഴും ഒരു സൗഖ്യമാവുക, ഒരു സൗഖ്യമാവുക. അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ നാമത്തിൽ സിന്ധുവാമോത്ത് ഈ സൈഡിലൂടെ ഇങ്ങനെ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ചു. സൗഖ്യം നടന്നുകൊണ്ടിരിക്കും. ഹീലിങ്ങിനായിട്ട് നന്ദി. ഭയങ്കര ഭയമാണ്. ഇവരുടെ കൂടെ ആരാ വന്നിട്ടുണ്ട്? ഇവരുടെ കൂടെ വന്നിരിക്കുന്ന ആർക്കാ ഈ തോളിൻ്റെ പ്രയാസമുള്ള ആരാ വന്നിരിക്കുന്നത്? തോളിൻ്റെ പ്രയാസമുള്ള നിങ്ങളാണ്. നിങ്ങൾ സൗഖ്യമാവുക. ഓ ജീസസ്, ജീസസ്. നിങ്ങൾ ഇവിടെ കൂടെ വന്നാണോ? കൂട്ടുവന്നാണോ? കൂട്ടുവന്ന ആൾക്ക് തൊണ്ടേ മുഴയുണ്ടല്ലേ? കർത്താവ് അതിനെ എടുത്ത് മാറ്റുക യേശുവിൻ്റെ നാമത്തിൽ. അതുകൂടെ സൗഖ്യമാവുക. കൂട്ടുവന്ന പക്ഷേ കർത്താവ് കൂടെ അങ്ങ് സൗഖ്യമാക്കുക. ഓ, ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിന് ആരാധന. ഓ ജീസസ്. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മഹത്വം ഈ വീട്ടിലേക്ക് വ്യാപിക്കട്ടെ. ഇന്നിവിടെ വെച്ച് ഈ മകള് സൗഖ്യമാവട്ടെ, ഇന്നിവിടെ വെച്ച് ഈ മകള് സൗഖ്യമാവട്ടെ. എല്ലാവരും ഇങ്ങോട്ട് കൈ നീട്ടിക്കും. ഓ, ഇവരുടെ ഈ ഭുജത്തെ കർത്താവ് സൗഖ്യമാക്കും. ഇവരുടെ ഭുജത്തെ കർത്താവ് തൊട്ടയുള്ളത് ഇതെവിടെയാന്ന് കാണിക്കാൻ വേണ്ടി തൊട്ടത്. അന്നേരം ഇവിടെ സൗഖ്യം നടക്കും. ഇതെന്നാ പറ്റിയതാ? എന്നെ പറ്റിയതാ? ഒന്നും പറ്റിയായിട്ടൊന്നും ഓർമ്മയില്ല, പക്ഷെ എനിക്ക് വേദനയായിരുന്നു. ഞാനിത് ഇവിടെ ആ സൗഖ്യം ആകുന്നതെന്ന് കാണിക്കാൻ വേണ്ടി തൊട്ടത്. അന്നേരം കർത്താവ് പറഞ്ഞു ഇവിടെ സൗഖ്യമാവുക. യേശുവേ ആരാധന. അതിനായിട്ട് നന്ദി പറയുന്നു, അതിനായിട്ട് നന്ദി പറയുന്നു, അതിനായിട്ട് നന്ദി പറയുന്നു. ഓ, ഈ വീട്ടിലേക്ക് കർത്താവ് കയറുന്നു. സാമ്പത്തിക വിടുതലുകളെ ഈ വീട്ടിൽ അയച്ചുകൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യം ഈ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടുന്നു, ദാരിദ്ര്യം ഈ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടുന്നു. യേശുവിന്റെ ആത്മാവ് ദാരിദ്ര്യത്തെ പുറത്താക്കുന്നു, ദാരിദ്ര്യത്തെ പുറന്തള്ളുന്നു, ദാരിദ്ര്യത്തെ പുറന്തള്ളുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തെ വീട്ടിൽ നിന്ന് പുറന്തള്ളുന്നു. അയ്യോ, ഇവര് സൗഖ്യമാവുന്നു, ഇവര് സൗഖ്യമാവുന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് യേശുവിന്റെ ജീവൻ. ഒന്ന് കരമുയർത്തു, ഒന്ന് കരമുയർത്തു, ഒന്ന് കരമുയർത്തു, ഒന്ന് കരമുയർത്തു. ഉറപ്പിച്ച് കർത്താവ് പറയുന്നു. നോക്കൂ, 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 ഇങ്ങോട്ട് നോക്കൂ, നോക്കൂ, നോക്കൂ. അന്യായമായിട്ടുള്ള പീഡകളെ കർത്താവ് അഴിച്ചു കളയുക. ഞാൻ ചോദിക്കട്ടെ, എത്ര നാൾ നിന്റെ നന്മയെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും? എത്ര നാൾ നിന്റെ നന്മയെ നീട്ടിക്കൊണ്ട് പോകാൻ കഴിയും? ദൈവം ഒരു വഴി തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇപ്പൊ ആ വഴി വലിയ മിറക്കിൾ ഇവർക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു. യേശുവേ, ജീസസ്, ജീസസ്, പരിശുദ്ധാത്മാവേ, ഒന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ. യേശുവേ എന്നൊന്ന് വിളിച്ചേ, ഒന്ന് വിളിച്ചേ. എന്നോട് ചേർന്ന് ഒന്ന് വിളിച്ചേ. യേശുവേ എന്നൊന്ന് വിളിച്ചേ. അയ്യോ, കാര്യം വലിയ കാര്യം നടന്നുകൊണ്ടിരിക്കും. ഇവരെ കോടതി വിധി പോലും ഇവർക്ക് അനുകൂലമാക്കിക്കൊണ്ടിരിക്കുക.
ഓ അങ്ങനെ പറയുന്നു. കേസുകളെ കർത്താവ് കൈകാര്യം ചെയ്യുന്നവർക്ക് വേണ്ടി കുറെ നാളുകളായി നിന്നെ ഇട്ടത് വാട്ടം കറക്കുക. കുറെ നാളുകളായി നിന്നെ ഇട്ടത് വട്ടം കറക്കുക. കർത്താവിന്റെ സ്വസ്ഥത നീ ഭവനത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കും. യേശുവിന്റെ സ്വസ്ഥത നീ വീട്ടിൽ വ്യാപരിക്കുക. നമുക്ക് എല്ലാവർക്കും ഒന്ന് കൈനീട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു കുടുംബം രക്ഷപ്പെടുക പ്രിയരെ, ഒരു വീട് രക്ഷപ്പെടുക. ശക്തി, ശക്തി, ഉയർത്തെഴുന്നേറ്റവന്റെ ശക്തി. നോക്കൂ നോക്കൂ, നിയമം അറിയാവുന്ന രണ്ടുപേര് നോക്കൂ. നിയമം എങ്ങോട്ട് നോക്കൂ, എന്താ പേര്? റാണി. നിയമം അറിയാവുന്ന രണ്ടുപേര്. നിന്റെ കയ്യിൽ നിന്ന് ഒരാൾ വളരെ ചിരിച്ച് വളരെ രമ്യത കാര്യങ്ങളൊക്കെ നേടിയെടുത്തു. പക്ഷെ അവനകത്ത് ചെയ്യാന്ന് പറഞ്ഞ് ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, നിനക്ക് ദോഷം ഒപ്പിച്ചു വെച്ച് ഇത്രയും വർഷം. ഞാൻ കാണുന്ന ആ വ്യക്തി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. മനസ്സിലാകുന്നുണ്ട്. നിന്നോട് പറഞ്ഞു നന്മ ചെയ്യാന്ന്, പക്ഷെ അവര് തമ്മിൽ ടേംസ് ആയി അതിനകത്ത്. നീ നന്മ ആ വ്യക്തി ചെയ്യുമെന്ന് വിചാരിച്ച് അവന് എല്ലാ പ്രാവശ്യവും കൊണ്ട് പൈസ കൊടുത്തോണ്ടിരിക്കുക. പക്ഷെ ശരിക്കും അതല്ല എൻ്റെ സംഭവിക്കുന്നത്. കരയാതെ ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചേ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നിനക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ഉള്ളിൽ തോന്നിയതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിൽ തോന്നിച്ചതാണ്. പക്ഷെ നീ എന്നിട്ടും അതിനെ ഓവർകം ചെയ്തു പിന്നെ അതിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലേ? ഉള്ളതല്ലേ ഈ പറയുന്നത്? എന്തിനാ പിന്നെ അങ്ങനെ ചെയ്തേ? പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ ആ തോന്നൽ തന്നെ. അയാൾ ചതിക്കുകയാണ്. ഉള്ളിൽ നിന്റെ അടുക്കുന്ന ഇത് വാങ്ങിയിട്ട് ഉള്ളിൽ പോയി വേറെ ഇതാ ചെയ്യുന്നത്. അത് കർത്താവ് കാണിച്ചു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ വഴി അല്ല അത് തീരുന്നത്. അയാൾ ചതിക്കുക ചെയ്യുന്നു. വർഷങ്ങൾ ഇതിങ്ങനെ നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് നിനക്ക് വളരെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് കഴിഞ്ഞിടയ്ക്ക് തോന്നിപ്പിച്ചതാണ്. പരിശുദ്ധാത്മാവ് വിലക്കിയതാണ്. 16 വർഷമായി കേസ് നടക്കുമായിരുന്നു. പക്ഷെ ഒരു കാര്യവും നടത്തി തരുന്നില്ല. പൈസ മേടിക്കുന്നുണ്ട്. ഞാനത് കാണുന്നു. ആ വ്യക്തിയെ ഞാൻ കാണുന്നു. ഞാൻ ആ വ്യക്തിയുടെ സകല രൂപം ഭാവം എല്ലാം വേണം ഇപ്പൊ പറയാം. ഞാൻ ആ വ്യക്തിയെ കാണുന്നു. എന്നെ ആ വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. യേശുവേ, ജീസസ് 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 ജീസസ്. പരിശുദ്ധാത്മാവ് ഇന്ന് വീട്ടിൽ വലിയൊരു സ്വസ്ഥത അയക്കുക. ആർത്ത് വിളിച്ചൊന്ന് കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്തു. അയ്യോ, ഞാൻ ഈ ജീസസ് ഇവരോട് എന്തിനു ചെയ്തു എന്ന് ചോദിക്കുന്നതൊക്കെ തരത്തില് ഹൈക്കോർട്ടിലെ വക്കീലാണല്ലോ ഇത്. ഹൈക്കോർട്ടിലെ അത് ഇന്ന് യേശുവേ, ഇന്നത് വലിയൊരു സ്വസ്ഥത ആ വിഷയത്തിനകത്ത് ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിക്കുന്നു. എല്ലാവരും ഒന്ന് കൈ നീട്ടുകയെ. ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനന്റെ പക്ഷത്ത് നിന്ന് ബലവാനോട് പകരം ചോദിച്ച് മറുപടി നേടിത്തരുന്ന ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവം ഇന്ന് ഈ മകൾക്ക് വേണ്ടി ന്യായപാലനവുമായി നീതിപാലനവുമായിട്ട് ഇറങ്ങി വരേണ്ടതിനായിട്ട് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഇവളുടെ സത്യം യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ഇന്നേക്ക് 25 ദിവസത്തിനകത്ത് വിധിയും അതിന്റെ മാന്യതയും ഇവളുടെ വീട്ടിൽ വരട്ടെ, സംഭവിക്കട്ടെ. അത് തുറന്നു കഴിഞ്ഞു 25 റാണിയോട് കർത്താവ് അത് ഉറപ്പിച്ചു പറയും. റാണിയുടെ വലിയ സാക്ഷ്യം നമ്മൾ ഒരുമിച്ച് കേൾക്കാൻ പോവാം. ഈ മകൾ ഇവിടെ സൗഖ്യമാകുന്നു. കരമുയർത്തിക്ക്. കൈ ഉയർത്ത്, 2 കൈ ഉയർത്ത്. യേശുവേന്ന് വിളിച്ചു. ഒരു സൗഖ്യമായിക്കൊണ്ടിരിക്കുക. കണ്ണു തുറക്കൂ. ഞാൻ ഈ പറയുന്ന കാണൂ. ജീസസ്, നിങ്ങൾ ഒരൊറ്റ മിനിറ്റ് കരമുയർത്തു. ഈ ഒരൊറ്റ സെക്കൻഡിൽ യേശു എന്താ ചെയ്യുന്നതെന്ന് ഇരിക്കൂ. ജീസസ്, ഈ ഒരൊറ്റ മിനിറ്റിൽ യേശു എന്താ ചെയ്യുന്നതെന്ന് കാണും. ഈ ഒരൊറ്റ മിനിറ്റിനകത്ത് ഒരു വലിയ സർജറി നിന്റെ ഉദരത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുക. ശക്തി ഇറങ്ങുന്ന കണ്ടോണം അങ്ങോട്ട്. There is power in the name of Jesus. ശക്തി ഇറങ്ങട്ടെ. ജീവന്റെ ശക്തി ഈ മകളുടെ മേൽ വ്യാപരിക്കുന്നു. എല്ലാവരും സ്തോത്രം ചെയ്തു. സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ജീസസ്, യെസ്, ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ജീവൻ. ഈ മകളിന്ന് ജീവനെ സ്വീകരിക്കട്ടെ. എന്ന പേര് പേരെന്നോട് പറ.
ലത പറയൂ, ഇങ്ങോട്ട് നോക്കൂ. ഞാൻ 2 ചിത്രങ്ങൾ കാണുന്നു. ഒന്ന് നോക്ക്, ഞാൻ ഈ പറയുന്നത് അതുപോലെ ശ്രദ്ധിക്കൂ. ഈ ഇടത്തെ സൈഡിൽ നിന്ന്, ഈ വയറിൻ്റെ ഈ ഇടത്തെ സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ ഈ സൈഡിലേക്ക്, ഈ ഇടുപ്പിലേക്ക്, എന്നിട്ട് ഈ ഇടുപ്പ് ഈ കാല് ചവിട്ടത്തില്ല, കാല് നിലത്ത് ചവിട്ടത്തില്ല, ഇവിടുന്ന് വലിയുകയാണ്. വലിഞ്ഞിട്ട് സാധാരണ വേദനയല്ല, പൊട്ടിപ്പോകുന്ന വേദന. ഇതെങ്ങനെ ഉണ്ടായതാ? എന്നോട് പറ. അറിയത്തില്ല. ഇതെങ്ങനെ ഉണ്ടായത്? എത്ര വർഷമായി? എത്ര നാളായി? 6 മാസത്തോളം സഹിക്കുക. എന്നാ ചെയ്യും? യേശുവേ, സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ വേദനയാ. ഈ സമയത്ത് സൗഖ്യത്തിന്റെ ശക്തി വ്യാപിക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ ഈ ഇടുപ്പിന്റെ പ്രയാസത്താല് ഇടുപ്പിന് ഒരു വീഴ്ച ഹേതുവായിട്ട് ഇവിടെ ഇടിച്ചു വീണിട്ട് രക്തം കട്ട കെട്ടി കിടക്കുന്ന ഒരു ചിത്രം ഞാൻ കാണുന്നു. ആ ഇടുപ്പിന്, അയ്യോ എൻ്റെ ബ്രദറെ, എൻ്റെ കാല് നിലത്ത് ചവിട്ടത്തില്ല, അതുപോലെ ഇടുപ്പിന് പ്രയാസമുള്ള ഒരാളും ഇപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു. ഇവരിവിടെ സൗഖ്യമാകുമ്പോൾ തന്നെ ആ വ്യക്തിയും കൂടെ പെട്ടെന്ന് എഴുന്നേറ്റോ, എന്നിട്ട് ആ ഇടുപ്പിലോട്ട് കൈവച്ചു. നിങ്ങളും സൗഖ്യത്തിൻ്റെ ശക്തി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ, ഈ സമയത്ത് ഇടുപ്പുകളുടെ മേലെ ഹിപ്പുകളുടെ മേലെ യേശുവിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ. ഹിപ്പുകളുടെ മേലെ യേശുവിൻ്റെ ശക്തി ഇറങ്ങി വരട്ടെ. ഈ മകൾക്ക് 6 മാസമായിട്ട് ഇത് അസഹനീയമാണ്. ജീവന്റെ ശക്തിയായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് വ്യാപിക്കട്ടെ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ജീവന്റെ സമൃദ്ധി ഈ മകൾക്ക് വേണ്ടി ഇപ്പോഴൊന്ന് ചലിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മതി 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 മതി, ലത അനുഭവിച്ചത് മതി. എല്ലാവരും ലതയ്ക്ക് വേണ്ടി ഒന്ന് കൈനീട്ടി സ്തോത്രം ചെയ്ത്, ഒരാൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാൻ കഴിയട്ടെ. Power in the name of Jesus. Power in the name of Jesus. Power in the name of Jesus. There is power in the name of Jesus. യേശുവിന്റെ നാമത്തിന് വലിയ ശക്തി, യേശുവിന്റെ നാമത്തിന് വലിയ ശക്തി, യേശുവിന്റെ നാമത്തിന് വലിയ ആധിപത്യം, യേശുവിന്റെ നാമത്തിന് വലിയ ആധിപത്യം, യേശുവിന്റെ നാമത്തിന് വലിയ ആധിപത്യം, യേശുവിന്റെ നാമത്തിന് വലിയ ആധിപത്യം, യേശുവിന്റെ നാമത്തിന് വലിയ ആധിപത്യം. എൻ്റെ മകളുടെ മേൽ വ്യാപിച്ചതിനായിട്ട് നന്ദി പറയുന്നു, വ്യാപിച്ചതിനായിട്ട് നന്ദി പറയുന്നു. അതൊരു വലിയ സൗഖ്യത്തിന്റെ സാക്ഷ്യമായി തീർത്തതിനായിട്ട് നന്ദി. കരമടിച്ചൊന്ന് യേശുവിനെ ആരാധന കൊടുക്കും. ഓ ജീസസ്, നിന്റെ ആയുസിൽ 6 മാസം എന്നല്ല, ആയുസിൽ 6 മാസം എന്നല്ല, ആയുസിൽ ലത ഇനി ഇതുകൊണ്ട് സഫർ ചെയ്യത്തില്ല. യേശു ലതയെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കിയിരിക്കുന്നു. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ നിൽക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ സ്പർശനം ഉണ്ടാവട്ടെ, ഓരോ മക്കളുടെ മേലും അങ്ങയുടെ സ്പർശനം ഉണ്ടാവട്ടെ. ചേച്ചി, യേശുവേ, ചേട്ടാ എന്നാ പറ്റി ചേട്ടാ? ഇങ്ങോട്ട് വാ, സ്വീകരിക്കുക സൗഖ്യത്തെ. ദേഹം മുഴുവൻ നടക്കാനും എടുക്കാനും ഒന്നും വേദന, ശരീരം മുഴുവൻ വേദന. അങ്ങനെ ഉണ്ടായി അറിയില്ല. ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. ശക്തി ശക്തി ശക്തി, അങ്ങയുടെ ദിവ്യശക്തിയെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. അങ്ങയുടെ ദിവ്യശക്തിയെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. Yes Lord, we believing in you. Your power, we believing and we are trusting in your power. There is power in the name of Jesus. There is power in the name of Jesus. There is power in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്, യേശുവിന്റെ നാമത്തിൽ ശക്തിയുണ്ട്, യേശുവിന്റെ നാമത്തിന് ശക്തിയുണ്ട്, യേശുവിന്റെ നാമത്തിന് ശക്തി, യേശുവിന്റെ നാമത്തിന് ശക്തി, യേശുവിന്റെ നാമത്തിന് ശക്തി. ടച്ച് ഓഫ് ജീസസ്. പാദം വരെ ദൈവശക്തി വ്യാപിക്കട്ടെ. From the top to the bottom. Jesus. ലൈവായിട്ട് ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരിലും പലരുടെ മേലും യേശുവിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപിച്ചുകൊണ്ടിരിക്കും. സൗരങ്ങളെ ഞാൻ അനുഭവിക്കുന്നു, അതുകൊണ്ട് ഞാൻ പറയുന്നു. എൻ്റെ കൂടെ ഒന്നെല്ലാവരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, ഈ സമയത്ത് സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ശക്തമായി അവിടുത്തെ കരം ഇറങ്ങി വരുന്നതിനായി സ്തോത്രം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ശക്തിയുടെ വ്യാപാരം ശരീരങ്ങളുടെ മേൽ ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ. ദിവ്യാരോഗ്യം ഞങ്ങളുടെ ഔദാര്യമല്ല, ദിവ്യാരോഗ്യം ഞങ്ങളുടെ അവകാശമാണ്. യേശുവിൽ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഈ സമയത്ത് ജീവന്റെ സമൃദ്ധി ഇപ്പോൾ തന്നെ വ്യാപിച്ചിറങ്ങട്ടെ, ജീവന്റെ സമൃദ്ധി ഇപ്പോൾ തന്നെ വ്യാപിച്ചിറങ്ങട്ടെ. മരിച്ചവരുടെ ഇടയിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച അതേ ശക്തിയുടെ വ്യാപാരം ശരീരങ്ങൾ മുഴുവനായിട്ട് വ്യാപിക്കട്ടെ, ശരീരങ്ങൾ മുഴുവനായിട്ട് വ്യാപിക്കട്ടെ. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില്
ഓ സ്കിൻ ഡിസീസുകൾ സൗഖ്യമാവട്ടെ. സ്കിൻ കിട്ടി 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 ഇതിനകത്ത് കിട്ടിക്കഴിഞ്ഞു. ചെയ്യാൻ വയ്യാത്തല്ല സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം യേശുവേ നന്ദി സ്തോത്രം. കിട്ടിയോ കിട്ടിയോ യെസ് 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 യെസ്. തുള്ളിച്ചാടി കരമടിച്ച് യേശുവിന് ആരാധന. ഇതാ ഞാൻ പറഞ്ഞു സൗഖ്യം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോർഡ് ജീസസ്, അതിനായിട്ട് നന്ദി പറയുന്നു. ഓരോ ശരീരങ്ങളെയും ഞാൻ ഈ വചനം വെച്ച് അനുഗ്രഹിക്കുന്ന ജീവനായിട്ട് ഭക്തിയായിട്ട് ശക്തിയായിട്ട് അത് വ്യാപിക്കട്ടെ. ശരീരങ്ങൾ റിലീസാവട്ടെ. മഹാകൃപയ്ക്കായിട്ട് നന്ദി. യേശുവിൻ നാമത്തിൽ വയറിനകത്തുള്ള വളർച്ചകൾ സൗഖ്യമാവട്ടെ. മുഴകൾ അപ്രത്യക്ഷമാവട്ടെ. യേശുവിന്റെ ശക്തിക്കായിട്ട് നന്ദി പറയുന്നു. ജീവനായിട്ട് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. കരമടിച്ചൊന്ന് യേശുവിന് ആരാധന. ശക്തിയോടെ യേശുവെ എന്ന് വിളിച്ചോട്ടെ. ഓ എന്നാ പറ്റിയതാ? Schizophrenia in the mighty name of Jesus. എത്ര വർഷമായി? 18 വർഷം. ഓ, ഒരുമിച്ച് ഒന്ന് കൈനീട്ടി പ്രാർത്ഥിക്കാം. യേശുവേ, ഈ സമയത്ത് ഫിനിയയുടെ ആത്മാവിന്റെ മേൽ യേശുവിന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശുവിന്റെ വലിയ വിജയം വ്യാപിക്കുന്നതിനായിട്ട് നന്ദി പറയും. ഇപ്പോൾ തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തില് കുരിശിൽ യേശുവെടുത്ത വിജയം, ഈ മകൾക്ക് വേണ്ടി അത് വ്യാപിക്കട്ടെ. നന്ദി പറയുന്ന കർത്താവേ, വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയും. യേശുവിന്റെ നാമത്തിൽ വലിയ കൃപയ്ക്കായിട്ട് നന്ദി പറയും. അത്ഭുതം പറക്കുന്നു. 18 വർഷത്തെ മുഖത്തെ അടിക്കുന്നു. ആരാ ഇതിനെ കൊണ്ടുവന്നു? വലിയ അത്ഭുതമായി വീട്ടിൽ. ഹല്ലേലൂയ. 18 വർഷത്തെ മുഖത്തെ കർത്താവ് അഴിച്ചു കളയും. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞിട്ട് ഇവിടെ എൻ്റെ അടുത്ത് ഇനിയും കൊണ്ടുവരണം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ മുമ്പോട്ട് ആൾക്കാരെ വിളിക്കുമ്പോൾ എൻ്റെ അടുത്ത് ഇനിയും ഇവിടെ കൊണ്ടുവരണം കേട്ടോ. ഇരുന്നാട്ടെ. കർത്താവ് ചെയ്തു കഴിഞ്ഞ വലിയ സാക്ഷ്യം. യേശുവേ ആരാധന. ഒന്ന് കരമടിച്ചൊന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. എത്ര വർഷം മോനെ? 3 വർഷം കഴിഞ്ഞു. 3 വർഷം. എല്ലാ ഇമ്പോസിബിലിറ്റീസ് ഇനി ഇവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. അതായത് കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി ചികിത്സയ്ക്ക് പോകാത്ത ഒരു സ്ഥലം ഈ ലോകത്തില്ല. അതുപോലെ പോയത് എല്ലാ അസാധ്യതകളെയും ഭേദിച്ച് കർത്താവ് കുഞ്ഞിനെ കൊടുത്തിരിക്കുകയാണ്. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇത് കർത്താവിൻ്റെ അത്ഭുതമാണ്. യേശു ഇന്നും ജീവിക്കുന്നു. അസാധ്യതകളൊന്നുമില്ല. അപ്പോൾ എന്നും എല്ലാ ആഴ്ചയും എൻ്റെ അടുത്ത് ഒരു കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് പറയും, ബ്രദറെ ഒന്ന് പ്രാർത്ഥിച്ച് തരണേ, ഞാൻ ലാസ്റ്റ് കുപ്പി വെള്ളം പ്രാർത്ഥിച്ച് മടുത്തു. ഉള്ളത് പറയാ ഈ മനുഷ്യൻ അല്ലേ? അതെ. ഇനി ഇൻഫെർട്ടിലിറ്റിക്ക് കേരളത്തിൽ ഓടാൻ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പോകാൻ ഇനി ഒരു സ്ഥലമില്ല. എന്നും കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് പറയും, ബ്രദറെ അതിനാ അറിയാം ഇവിടെ ആരാണ്ട് പ്രാർത്ഥിച്ചു വെള്ളം കുടിച്ചിട്ടാണ് അത്ഭുതം നടന്നതെന്ന് കേട്ടോ. അതിനെ കഴിഞ്ഞാൽ പിന്നെ കുപ്പിയായിട്ട് എൻ്റെ അടുത്ത് വരവാ, സ്ഥിരം കുപ്പിയായിട്ട് വരവാ. ലാസ്റ്റ് ഞാൻ ഈ കുപ്പിവെള്ളം പ്രാർത്ഥിച്ച് മടുത്തു. നമ്മൾ മടുക്കും, പക്ഷെ കർത്താവ് മടുക്കത്തില്ല കേട്ടോ. ആമേൻ. എന്നെ പേരിട്ടു മോനെ? ആർദ്രത്. എന്നാ? ആർദ്രത്. വായിക്കൊള്ളാൻ തന്നെയും പേരിട്ടാ കൊച്ചിന്. കരുണയായതുകൊണ്ട് ആ പേരിട്ടു. എന്നാ ആർദ്രത എന്നുള്ള പേരിന്റെ അർത്ഥം എന്നാ? കരുണയാണ്. ആമേൻ. ഹല്ലേലൂയ. യേശുവേ, നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തെ കർത്താവേ അവർക്ക് കൊടുത്ത നന്മയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഞങ്ങൾ ഒരുമിച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞൊരു അനുഗ്രഹ വിഷയമായതിനായി സ്തോത്രം. ഇതിന്റെ വളർച്ചയുടെ ഓരോ പടികളിലും യേശുവിന്റെ കരമുള്ളതിനായി സ്തോത്രം. നന്മയ്ക്കാക്കി ദൈവം ഈ കുഞ്ഞിനെ വളർത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇരുന്നാട്ടെ. ഞങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.